السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله، أوصيكم وإياي بتقوى الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل إنما أدعو ربي ولا أشرك به أحدا قل إني لن يجيرني من الله أحدا ولن تجد من دونه ملتحدا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കൊടുവള്ളി മണ്ഡലം സംഘടിപ്പിക്കുന്ന ഈ ആദർശ സമ്മേളനത്തിൻ്റെ സദസ്സിലും കിഴക്കോത്ത് പ്രദേശത്തെ ഈ തിരക്ക് പിടിച്ച ഒരു അങ്ങാടി ബഹളങ്ങൾക്കിടയിലും ശാന്തമായി ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, കച്ചവടക്കാർ, ഏറെ സന്തോഷത്തോടെയാണ് ഈ സദസ്സ് കാണുമ്പോഴും ശ്രോതാക്കളുടെ താല്പര്യവും കാണുമ്പോഴുണ്ടാകുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടുകളിൽ അല്ലാഹു നൽകിയിട്ടുള്ള മഹത്തരമായ അനുഗ്രഹങ്ങളെ ഓർത്തും സ്മരിച്ചും അവനെ നന്ദി കാണിച്ചും അവൻ്റെ യഥാവിധിയുള്ള ആ വഹീന്റെ സന്ദേശങ്ങൾ സ്വീകരിച്ചും പഠിച്ചും പ്രചരിപ്പിച്ചും ഒരു രാജ്യത്ത് ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കെ അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ പരസ്പര ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ നന്മയിൽ പങ്കാളികളാവാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് മാത്രമാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഉദ്ഘാടന ആമുഖ അധ്യക്ഷ സംസാരങ്ങളിലൂടെയും മറ്റു അനേകം സദസ്സുകളിലൂടെയും നാം ശ്രവിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനുഷ്യർ അല്ലാഹുവിന്റെ ഈ അത്ഭുതകരമായ ദുനിയാവിലെ വിവിധങ്ങളായ ലോകത്തിൻ്റെ പലതരം സവിശേഷതകൾക്കിടയിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിയാണ് മനുഷ്യൻ. ഒരു സാമൂഹ്യ ജീവിയാണവൻ. അവന് കേൾക്കാനും കാണാനും ചിന്തിക്കാനും പറയാനും വായിക്കാനും സംവാദം നടത്താനും കമ്മ്യൂണിക്കേഷൻ നടത്താനുമുള്ള ഒരു പ്രത്യേക കഴിവ് അവന് കൊടുത്തു. ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ മനുഷ്യരോട് സംസാരിച്ചു. ആ അമ്പിയാക്കന്മാർ മനുഷ്യരുടെ ശരിതെറ്റുകൾക്ക് കൃത്യമായി കൊണ്ടുള്ള ഹുദ, സന്മാർഗ രക്ഷ പഠിപ്പിച്ചു കൊടുത്തു.
കാരണം മനുഷ്യൻ എന്ന് പറയുന്ന അവന് മനനം ചെയ്യാനുള്ള കഴിവുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്, മനസ്സിലാക്കി പഠിച്ച് ശരിപ്പെടുത്താൻ, തിരിക്കാൻ, അവന്റെ ശരിയായ ധാരണകൾ ഉണ്ടാക്കാനുള്ള സംവിധാനം അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ ഇടക്കിടക്ക് ചോദിക്കുന്നതാണത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തതഫക്കറൂൻ അഫലാ തഅഖിലൂൻ അഫലാ തതദക്കറൂൻ. ഏത് വാഗെടുത്താലും നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അതാലോചിക്കാൻ, മനസ്സിലാക്കാൻ, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു പഠിക്കാനാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, നാം നിങ്ങൾക്ക് 2 കണ്ണുകൾ നൽകിയിട്ടില്ലേ? കാണേണ്ടത് കാണേണ്ടവരാണ് നമ്മൾ. വലിസാനം വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടുകളും നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ഇതെന്തിനു വേണ്ടിയാ തന്നിരിക്കുന്നത്? നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗം കണ്ടെത്താൻ വേണ്ടിയാണ്, സന്മാർഗം പഠിക്കാൻ വേണ്ടിയാണ്, അത് മനസ്സിലാക്കി ചിന്തിച്ച് ആലോചിച്ച് അള്ളാഹുവിലേക്ക് വരാൻ വേണ്ടിയാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈ കണ്ണുണ്ടല്ലോ, ഈ കാതുണ്ടല്ലോ, ഈ ഹൃദയമുണ്ടല്ലോ, അല്ലാഹു തആല അത് ചോദ്യം ചെയ്യുന്നതാണ്. മനുഷ്യൻ ഇതുണ്ട് എന്തെല്ലാം ചെയ്തു, എന്ത് മനസ്സിലാക്കി, എന്ത് പഠിച്ചു? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് കണ്ട് മനസ്സിലാക്കുന്നവൻ, രാത്രിയും പകലും മാറി മാറി വരുന്നത് കാണുന്നവൻ, ഈ നാട്ടിൽ ഒരു മുട്ടുസൂചി താനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ എന്ത് വിളിക്കും? ഈ ബിൽഡിംഗ് ഇവിടെ താനെ ഉണ്ടായി, ഈ പ്രസംഗത്തിന്റെ പീഠം ഇവിടെ താനെ ഉണ്ടായി, ഇത് പിന്നിൽ ആരുമില്ല, ഇത് കൊണ്ടുവന്ന വെച്ചവനില്ല, ഇത് ഉണ്ടാക്കിയവനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ പറ്റി എന്ത് ധരിക്കും? ഈ കോടാനുകോടി അത്ഭുതകരമായ ഈ പ്രവിശാലമായ ജീവികൾ അടങ്ങുന്ന പ്രപഞ്ചം, 7 ആകാശലോകം, ചന്ദ്രനും ഭൂമി അടക്കമുള്ള ഇവിടുത്തെ അള്ളാഹുവിന്റെ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ. വശംസു വൽ ഖമറു തജ്രീ ലിമുസ്തഖർ, ഓരോ സൂര്യനും ചന്ദ്രനും അവന്റെ നിശ്ചിതമായ ഭ്രമണപഥത്തിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇതൊക്കെ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഇത് കണ്ടാൽ എന്താ പറയേണ്ടത്? റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, റബ്ബേ ഇതൊന്നും വെറുതെ പടച്ചതല്ല, ഇതൊന്നും താനെ അങ്ങ് ഉണ്ടായതല്ല. സുബ്ഹാനക്, ബുദ്ധിയുള്ള കണ്ണുള്ള കാതുള്ളവൻ പറയും, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര പരിശുദ്ധനാണ്. ഈ ലോകം ഈ രൂപത്തിൽ മേൽക്കൂരയായി അള്ളാഹ് ഉണ്ടാക്കിയെങ്കിലും ഒരു തൂണില്ലാതെ ഈ ആകാശം സംവിധാനിച്ചിരിക്കുന്നു. ആ സൂര്യൻ അതാ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ അത് താഴേക്ക് വീഴാതെ അത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമി ഇതാ ഇടക്കിടക്ക് ഇളകി മറിയാതിരിക്കാൻ ഇതിന് പർവ്വതങ്ങളെ ആണിയാക്കി തന്നിരിക്കുന്നു. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഇതൊന്നും വെറുതെ പടച്ചതല്ല റബ്ബേ എന്നവൻ മനസ്സുകൊണ്ട് പറയാൻ തുടങ്ങും. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, ആകാശം വെറുതെ ഉണ്ടാക്കിയതാണോ? ഭൂമി വെറുതെ ഉണ്ടാക്കിയതാണോ? അല്ലാഹ് പറയാം, അഫഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാന്ന് വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് ആരും മടങ്ങി വരൂല, ആരെയും മടക്കൂല എന്ന് വിചാരിക്കുന്നുണ്ടോ? അത് വിചാരിക്കണ്ട. എല്ലാവരുടെയും ജീവിതം സംവിധാനിച്ച പോലെ മരണമുണ്ട്. മരണശേഷം റബ്ബിന്റെ അരികിലേക്കൊരു യാത്രയുണ്ട്. അവിടെ നിന്ന് അവസാനമായി ആ സ്വർഗ നരകം തീരുമാനിക്കുന്ന ലോകമുണ്ട്. ആരാ ഇതൊക്കെ പറയുന്നത്? നമ്മൾ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ മീറ്റിംഗ് കൂടിയിട്ട് 10 ആൾ എഴുതിണ്ടാക്കിയ സർക്കുലറാണോ? അല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ,
അള്ളാഹുവിൽ നിന്നുള്ള വഹി ലഭിച്ച ഒരു പ്രവാചകനാ പഠിപ്പിച്ചു തരുന്ന വേദഗ്രന്ഥങ്ങൾ ലോകത്ത് മനുഷ്യർക്ക് കൊടുത്തത് എന്തിനു വേണ്ടിയാ? അവനൊന്ന് ചിന്തിച്ചു മനസ്സിലാക്കാൻ. എൻ്റെ ജീവിതം എന്തിനാണ്? ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാൻ എന്തൊക്കെ പ്രവർത്തിക്കണം? എനിക്കെന്തെല്ലാം പറ്റും, എനിക്കെന്തെല്ലാം പറ്റില്ല? ഇതൊന്നും ചിന്തിക്കാതെ പഠിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നാട്ടിലെ ആളുകൾ ജീവിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്? കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ. പ്രിയപ്പെട്ട മക്കളെ വരെ വിഷം കൊടുത്ത് കൊല്ലുകയാണ്. എന്തുകൊണ്ടാ? ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ടാണ്, കടം ഭയപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയ, അതിൻ്റെ ഉപയോഗങ്ങൾ വരെ മറ്റുള്ളവരുടെ ആത്മഹത്യക്ക് കാരണമാകുന്ന വിധത്തിൽ പുതിയ കാലഘട്ടത്തിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 14 വയസ്സുകാരിയുടെ മരണത്തിന് 16കാരൻ കാരണക്കാരനാകുന്ന പുതിയ തലമുറയിൽ, ഈ ന്യൂ ജനറേഷന്റെ കാലഘട്ടത്തിലാണ് ഈ തസ്ഫിയ ആദർശ സമ്മേളനം ഈ കിഴക്കോത്തങ്ങാടിയിലെ പ്രിയപ്പെട്ട മനുഷ്യരോട് സംവദിക്കുന്നത്. ചിലതൊക്കെ പറയേണ്ടത് പറഞ്ഞേ പറ്റൂ നമുക്ക്. എല്ലാവരും മൗനം പാലിക്കുകയാണ്, എല്ലാവരും നിസ്സംഗമായി കൈമലർത്തുകയാണ്. എന്തുണ്ട് പരിഹാരം? ലഹരി മാഫിയകൾ പിടിമുറുക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ദിക്കുകളിലായി ഒരുപാട് മനുഷ്യർ അക്രമത്തിന് ഇരയാവുകയാണ്. കൂട്ടത്തല്ല് നടക്കുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്. അരിയുടെ പേരിൽ വരെ കൊലപാതകം നടക്കുകയാണ്. നമ്മുടെ പരിസര ജില്ലകളിൽ വരെ ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരു ബംഗ്ലാദേശിന്റെ പേര് പറഞ്ഞുകൊണ്ടുവരെ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ മാത്രമുള്ള ഉപദ്രവം ചെയ്തത് ആരാ? കാട്ടുമൃഗങ്ങളല്ല, വന്യജീവികളല്ല, പുലിയും സിംഹവും ആനയുമല്ല. ബുദ്ധിയുണ്ടെന്ന് പറയുന്ന മനുഷ്യൻ അവനവന് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ ഖുർആൻ അവിടുന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത് ദാലിക്കൽ കിതാബ്, ഈ വേദഗ്രന്ഥം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ഇതിൽ തർക്കം വേണ്ട, സംശയം വേണ്ട. ഹുദൻ ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് ഹുദലായി സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ്. ഇത് ശരിയും തെറ്റും പഠിപ്പിച്ചു തരുന്ന ഫുർഖാൻ. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, ഇത് ഫുർഖാനാകുന്ന ഗ്രന്ഥമാണ്. മനുഷ്യന്മാർ വിഷമിച്ചും സങ്കടപ്പെട്ടും ടെൻഷൻ അടിച്ചും സ്ട്രെസ്സും ടെൻഷനും പിരിമുറുക്കങ്ങളുമായി കൊണ്ട് മദ്യത്തിനും ലഹരി മരുന്നിനും MDMA-ക്കും ഒക്കെ അഡിക്റ്റ് ആകുമ്പോഴാണ് ഖുർആൻ പറയുന്നത് ഇതാ ഈ ഗ്രന്ഥം മുറുകെ പിടിച്ചോ. ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ദിവ്യ ഔഷധമാണ് ഈ ഗ്രന്ഥം. ഇതിൽ പറഞ്ഞതൊന്ന് പാലിക്ക്, നിങ്ങൾ ഇതിൽ പറഞ്ഞതൊന്ന് അനുസരിക്കുക. സാക്ഷാൽ ഏകദൈവമായ റബ്ബായ പടച്ച റബ്ബിനെ, ഏക ഇലാഹിനെ നിങ്ങളൊന്ന് അനുസരിക്കുക. ആ അള്ളാഹുവിന്റെ ദൂതനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലും മക്കയിലുമായ 23 കൊല്ലത്തെ അധ്യാപനത്തിനിടക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകം തുറന്ന് ഈ ഭൂമിയിൽ വന്ന് സന്ദേശങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാ. സ്വന്തം ഇഷ്ടത്തിന് എഴുതിയുണ്ടാക്കിയ വാക്കുകളല്ല. ഇത് പഠിക്കാൻ കേൾക്കാൻ മടി കാണിച്ചവരെ കുറിച്ചാ പറഞ്ഞത്. വലഖദ് ദറഅനാ ലി ജഹന്നം, ഇൻസുവർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ട ധാരാളം ആളുകളെ നരകത്തിൽ കുന്നുകൂട്ടി നിറച്ച് കളയുന്നതാണ്. ഭൂരിഭാഗം ആളുകൾ അതിലുണ്ടാകുന്നതാ. എന്താണ് അവർക്കുള്ള പ്രശ്നം? എന്താ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, കൽബുണ്ട്, അവർ അതുകൊണ്ട് ചിന്തിക്കുന്നവരല്ല. കൽബുണ്ട്, ചിന്തിക്കാനുള്ള ശേഷിയെല്ലാം കയ്യിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, രണ്ട് നല്ല കാതുകളുണ്ട്, കേൾക്കാനുള്ള കാതുണ്ട്, കേൾക്കേണ്ടത് അവര് കേൾക്കുന്നില്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകൾ 2 എണ്ണമുണ്ട്, കാണേണ്ടത് അവർ കണ്ട് പഠിക്കുന്നില്ല. ഉലൈക കല്ലൻആമി ബൽ ഹും അദൽ, കന്നുകാലികളെ പോലെയാണ്. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, രമിക്കുക, കഴിഞ്ഞ് ലക്ഷ്യബോധമില്ലാത്തൊരു കൗമ്. ഞാൻ എന്തിന് ജീവിക്കണു? ഞാൻ എന്തിന് പഠിക്കണു? ഞാൻ എന്തിന് ജോലിക്ക് പോണു? ഞാൻ എന്തിന് പണമുണ്ടാക്കുന്നു? ഞാൻ എന്തുകൊണ്ടെന്ന ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാത്ത സ്വാർത്ഥമായ ജീവിത ലോകത്തേക്ക് കടന്നു പോവാണ്. ഒന്നും ആലോചിക്കല്ല.
ജോലി, വീട്, കിടന്നുറങ്ങുക, ഇതിനപ്പുറം വേറൊന്ന് ചിന്തിക്കാത്ത മനുഷ്യർ. ഉലൈക കല്ലനാമി, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽഹും അദൽ, അതിനേക്കാൾ നാശകരകരമായ, അതിനേക്കാൾ വഴിപിഴച്ചവരായ മനുഷ്യരാണ് അവർ. നമ്മൾ അങ്ങനെ ആകേണ്ടവരല്ല. പിന്നെ നമ്മുടെ ഗുണം എന്താ? നരകക്കാര് പറയുന്നൊരു രംഗമുണ്ട്, നരകവാസികളായ ആളുകൾ. ആ നരകത്തിന്റെ തഗയ്യുളം വസഫീറ, വെറും വാക്കല്ല. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. അംഗീകരിക്കാൻ മടി കാണിക്കണ്ട. ഈ ലോകം എത്ര സത്യമാണ്. നാം ജനിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? നമ്മളെ ഒന്നാമത് സൃഷ്ടിച്ച ആൾക്ക് രണ്ടാമത് സൃഷ്ടിക്കാൻ എന്താ പണി? ഒരു പ്രയാസവുമില്ല. രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നത് തർക്കമില്ല. സ്വർഗ നരകമുണ്ടെന്നത് തർക്കമില്ല. നരകം ഇങ്ങനെ കൊണ്ടുവരപ്പെടുകയാണ്. തഗയ്യുളം വസഫീറ, അതിന്റെ ഗർജനം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങുകയാണ്. നരകവാസികൾ പറയാണ്, വഖാലു, അവര് പറയും, ലൗ കുന്നാ നസ്മഉ, ഞങ്ങളൊന്ന് ദുനിയാവിൽ വെച്ച് കേൾക്കേണ്ടതൊക്കെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ഉപദേശങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ നരകത്തിന്റെ വിറകായി മാറൂലായിരുന്നു. അത് കേട്ടാ മതിയായിരുന്നു, അത് ചിന്തിച്ചാൽ മതിയായിരുന്നു, അതൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. എന്നിട്ട് അവർ പിന്നെ പറയാണ്, ഞങ്ങളുടെ നാട്ടിൽ സത്യവുമായി പലരും വന്ന് സംസാരിച്ചു. പലരും പല വേദികളിലായി ഹക്ക് പറയാനുള്ള അവസരം കിട്ടിയപ്പോൾ പലരും വന്നിരുന്നു. അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലേ? നിങ്ങൾ ഈ നരകത്തിൽ എങ്ങനെ വീണുപോയി? നിങ്ങൾക്ക് ഉപദേശം കിട്ടിയില്ലേ? ഖാലൂ, അവര് പറയാണ്, ബലാ, വന്നിരുന്നു, കേട്ടിരുന്നു. ഞങ്ങളുടെ കടയുടെ മുമ്പിൽ, ഞങ്ങളുടെ ചെവിയുടെ മുമ്പിൽ, ഞങ്ങളുടെ മഹലിന്റെ ഏറ്റവും നല്ലൊരു കണ്ണായ സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്കും ചിലതൊക്കെ കേട്ടിരുന്നു. കദ്ദബ്നാ, ഞങ്ങളതൊക്കെ നിഷേധിച്ചു. അതൊക്കെ എന്ത്? അതൊക്കെ ഓലിങ്ങനെ വെറുതെ പറയാണ്, അതൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. അവരിങ്ങനെ വെറുതെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി പറയാണ്. അവരൊക്കെ വലിയ എന്തോ വലിയ കാര്യം വിട്ടാൻ വേണ്ടി. നമ്മളിവിടെ രാഷ്ട്രീയം കളിക്കല്ലല്ലോ, ഇവിടെ വോട്ടിന് വേണ്ടി കളിക്കല്ലല്ലോ, ഇവിടെ വേറെന്തെങ്കിലും അധികാരത്തിന് വേണ്ടി വന്ന് സംസാരിക്കുകയല്ലല്ലോ. ഒരു താല്പര്യവുമില്ല. കദ്ദബ്നാ, ഞങ്ങൾ അതൊക്കെ നിഷേധിച്ചു. വഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ശൈ, ഇങ്ങനെയൊന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല, ഇങ്ങനെയൊന്നും ദൈവം ഇറക്കിയിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, പറയുന്ന ആളുകളെ ചൂണ്ടിച്ച് ഞങ്ങൾ പറഞ്ഞു, അവരൊക്കെ വലിയ പിഴവിലാണ്, അവരൊക്കെ പിഴച്ചവരാണ്. ഒറ്റ വരണ്ട് വരച്ചാൽ മതി, കഴിഞ്ഞു. ഒരു പിഴച്ചോലാണ്. ഇനി ഒരു പറയണതൊന്നും കേൾക്കണ്ടെന്നാണെങ്കിൽ ഇവര് നരകക്കാര് അന്നും പറയുന്ന വാക്കാണ്, ഞങ്ങളത് കേട്ടില്ല, ഞങ്ങളത് ചിന്തിക്കാതെ പോയത് കൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. എങ്കിൽ ഇങ്ങനെ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം. ഞാൻ എൻ്റെ റബ്ബിനോടുള്ള കടമ നിർവഹിച്ചോ? ഞാൻ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയിട്ടുണ്ടോ? വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കാറുണ്ടോ? മരിച്ചോടത്തിരുന്ന് ഓതുന്നുണ്ട്. പിന്നെ പലയിടത്തും ചിലയിടങ്ങളിലൊക്കെ കബറിങ്ങ തന്നെ കെട്ടപ്പുരകൾ ഉണ്ടാക്കിയിട്ട് കബറിങ്ങിരുന്ന് ഓതി കൊടുക്കുന്നുണ്ട്. ജീവിതകാലത്ത് അറിയേണ്ടുന്ന സമയത്ത് അതിന്റെ അർത്ഥം അറിഞ്ഞ് പഠിക്കാറുണ്ടോ? എല്ലാവരും ഈ സദസ്സിലിരിക്കുന്നവരോടും എന്നോടും നമ്മളോടൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം അറിയുമോ? യാസീൻ സൂറത്തിന്റെ അർത്ഥം അറിയുമോ? അറിയുന്ന കുറെ സുഹൃത്തുക്കളുണ്ടല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദിന്റെ അർത്ഥം ശരിക്കറിയുമോ? ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ 17 തവണ പറഞ്ഞത് എന്തായിരുന്നു? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസം വന്നാലും, രോഗങ്ങൾ വന്നാലും, കടം കൊണ്ട് മൂത്താലും, മക്കളുടെ കല്യാണം ശരിയാകാതെ വന്നാലും, CM മടവൂരിന്റെ മർക്കസിലേക്ക്, മക്കാമിലേക്ക് ഞങ്ങൾ പോകൂല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. അല്ലാഹുവിലേക്ക് തവക്കുലാക്കി മടങ്ങുന്നവനാണ് ഈ 17 തവണ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഈ സൂറത്തു യാസീൻ തന്നെ പറയാണ്, നിങ്ങൾ ഈ ഖുർആൻ പഠിക്കണം. ലിയുൻദിറ മൻ കാന ഹയ്യ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. എപ്പോഴാ പറയാ?
ആള് മരിച്ച് കബറടക്കം കഴിഞ്ഞതിന്റെ മുമ്പ് ഇരുന്നിട്ട് എല്ലാവരും ഇരുന്ന് ഓതിക്കൊടുക്കുന്നുണ്ട്, യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സൂറത്ത് തന്നെ പറയാണ്, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ്. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, കാഫിരീങ്ങൾക്കുള്ള അദാബിനെ കുറിച്ച് സത്യമിട്ട് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. ആ സൂറത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഗുണപാഠാണ് ഈ സൂറത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അൽ ഫാത്തിഹ വിളിക്കുന്നുണ്ട്, ഇഖ്ലാസ് ഓതുന്നുണ്ട്. അല്ലാഹുവല്ലാതെ വേറെ ഒരു ഇലാഹില്ല, അവൻ ഏകനാണ്, അവൻ സ്വമദാണ്, അവന് മക്കളില്ല, അവൻ ആരുടെയും പിതാവല്ല, അവന് തുല്യനായി വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളുമില്ല. CM മടവൂർ അല്ലാഹുക്ക് തുല്യനല്ല. അല്ലാഹു ഖാലിഖാണ്. CM മടവൂര് പടച്ചോനാന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഖാലിഖാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പടച്ചോൻ എന്ന വാക്കിന്റെ അറബി വാക്ക് അൽ ഖാലിഖ്. അല്ല പറഞ്ഞതോ അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അല്ലാഹുവാണ് എല്ലാത്തിന്റെയും ഖാലിഖായ പടച്ചോൻ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി സബ്അ, ആകാശഭൂമി ലോകം പടച്ചവൻ അവനാണ്. എല്ലാത്തിലും നമ്മുടെ നാട്ടിലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാട്ടിലൂടെ, മലയാള പാട്ടിലൂടെ അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തല്ലോ, ഞങ്ങളുടെ പടച്ചോൻ ആരാന്ന് ചോദിച്ചാൽ അതെ അതെ ഞങ്ങളെ പടച്ചോൻ മടവൂരാണ്. ധൈര്യമായിട്ട് പാടിക്കോളുന്ന പറഞ്ഞു. ഒരു മനുഷ്യൻ കേരള യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും 2 ടീമും മാറി മാറി സഞ്ചരിച്ചു. എന്തെങ്കിലും സമൂഹത്തിന് കിട്ടിയിട്ടുണ്ടോ? സമുദായത്തിന് എന്തെങ്കിലും ഉപകാരമുള്ള വല്ലതും അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ അതിൻ്റെ വിശദഭാഗങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അവിടെ ഒരു കാര്യം നമ്മളൊന്ന് ഓർമ്മിക്കേണ്ടതായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് നമ്മുടെ സംസാരത്തിൽ എവിടെയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ? അള്ളാഹുവിന് സമമായി പങ്കുകാരനില്ല എന്ന് എവിടെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ? അള്ളാഹിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തോ? ഈ മഖാമുകൾ, അതുപോലെ ദർഗകൾ, ജാറങ്ങൾ കെട്ടി ഉയർത്താൻ പാടില്ലെന്ന് പള്ളി ദർസിന്റെ കിതാബിനകത്തുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ? എങ്കിൽ ഈ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, അള്ളാഹ്ക്ക് തുല്യനായി ഒരാളില്ല. അള്ളാഹ് കാണണ പോലെ ഇന്നയാള് കാണും, അള്ളാഹ് കേൾക്കുന്ന പോലെ ഇന്നയാള് കേൾക്കും. ഇതൊക്കെ നാട്ടിൽ ഇന്ന് പല ആളത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുക. ഒരു പ്രശ്നമില്ലാതെ പോവുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, പഠിക്കേണ്ടതുപോലെ നമ്മളത് മനസ്സിലാക്കാതെ പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എഴുതി വെച്ച മുഹിയുദ്ദീൻ മാല വെറും 400 കൊല്ലം പഴക്കമുള്ള പുത്തനാശയമാണ് മുഹിയുദ്ദീൻ മാല. നമ്മൾ പുത്തൻവാദികളല്ല. ഇവരുടെ കയ്യിൽ പുത്തനായ ഒരുപാട് സാധനമുണ്ട്. മുഹിയുദ്ദീൻ മാലന്റെ പഴക്കം 400 കൊല്ലമാണ്. ആ മാലക്ക് ഉള്ളിൽ എഴുതി വെച്ച വാക്കുകൾ എന്താ? ഷെയ്ഖ് എഴുതി വെച്ചതല്ല. അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു വ്യക്തി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ഗ്രന്ഥം എഴുതി വെക്കുന്നത്. എന്നിട്ട് അതിൽ എഴുതി വെച്ച വാക്ക് എന്താന്ന് ആലോചിച്ചൊക്കെ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. നിങ്ങളുടെ കൽബിനകത്തുള്ളത് കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണണ പോലെ ഞാൻ കാണുമെന്ന് ഷെയ്ഖ് പറഞ്ഞതായി കള്ളക്കഥകൾ എഴുതി വെച്ചു. എന്നാൽ അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഏത് പ്രസ്ഥാനക്കാരനാവട്ടെ, അയാൾക്ക് തുറന്നു പറയാൻ പറ്റും അത് ശരിയല്ല. എന്താ കുഴപ്പം? അള്ളാന്റെ ഖുർആൻ പറയുന്നത് യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചത് കാണുന്നവൻ, അറിയുന്നവൻ അള്ളയാണ്. കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവൻ അള്ളയാണ്. ഖുർആനിക ആശയത്തിന്റെ നേരെ വിപരീതമാണ് മുഹയ്യിദ്ദീൻ മാലക്കാരൻ എഴുതി വെച്ചത്. ഏതെങ്കിലും ഒരു വസ്തുവിനോട് കുന്നെന്ന് ചൊന്നോകിൽ ആകും അതെന്നോവർ. ഒരു വസ്തുവിനോട് മുഹിയുദ്ദീൻ ഷെയ്ഖ് കുന്നെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അതുണ്ടാകും. ചത്ത് കിടക്കുന്ന കോഴിനോട് കുന്നെന്ന് പറഞ്ഞാൽ ജീവൻ വെക്കാൻ തുടങ്ങും. മരിച്ചു കിടക്കുന്ന വ്യക്തിയോട് കുന്നെന്ന് പറഞ്ഞാൽ ജീവൻ വരാൻ തുടങ്ങും.
എന്നാൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ഇന്നമാ അംറുഹു, യാസീനിലാണ്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ, അള്ളാഹ് ഒരു കൽപ്പന കൊടുത്താൽ അത് ഉണ്ടാകുന്നതാണ്. ഇത് അള്ളാഹിനെ പറ്റിയാ പറഞ്ഞത്. അതേ സാധനം മുഹിയുദ്ദീൻ മാലക്കാരൻ നമ്മുടെ നാട്ടിൽ എത്ര ഭക്തിയിലാണ്, എത്ര ആദരവോടെയാണ്, എന്തൊരു ബഹുമാനത്തോടെയാണ് അത് ചൊല്ലി പിരിഞ്ഞ് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോണത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതിന്റെ നേർവിപരീതമല്ലേ സംഭവിക്കുന്നത്? ഇനിയോ ഒന്നുകൂടെ കടന്നുപോയാൽ ശൈഖിനോട് എവിടുന്ന് പ്രാർത്ഥിച്ചാലും വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കിട്ടും. അള്ളാഹ് പോലും പറഞ്ഞിട്ടില്ല അള്ളാഹിനോട് എവിടുന്ന് എപ്പോ പ്രാർത്ഥിച്ചാലും വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കിട്ടുമെന്ന്. മുഹിയുദ്ദീൻ മാലയിൽ എഴുതിയ കള്ളപടികൾ ആ ഏറ്റവും വലിയ ഉമ്മത്തിനോട് ചെയ്ത വഞ്ചനയിൽ എഴുതി വച്ചിരിക്കുകയാണ്. എന്ത്? വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാ ഉത്തീരം നൽകും ഞാനെന്നോവ. വല്ല നിലത്തുനിന്നും, ബാഗ്ദാദ് എന്നാവണമെന്നില്ല, ഷെയ്ഖിനെ മറവ് ചെയ്തിരിക്കുന്നത് ബാഗ്ദാദിലാണ്. വല്ല നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായ് കൂടാ ഉത്തിരം നൽകും ഞാൻ എന്നോവർ. തൊള്ള കൂടണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി കിട്ടും. അതുകൊണ്ടാണ് കുത്തുബിയത്തുകാരൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാളിറു ഹാളിറു ഇമ്മജ്ലിസിൽ ഹാളിറു ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് എന്താ പറയണത്? അല്ലാഹ് റബ്ബേ പടച്ചോനെ എന്നല്ല, യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇവർക്ക് എന്താ പ്രശ്നം? അള്ളാന്റെ ഖുർആൻ പറയുന്നത് പഠിക്കണില്ല, ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. പക്ഷിപ്പാട്ട്, മാലപ്പാട്ട്, കിളിപ്പാട്ട്, ഹദ്ദാദ്, റാത്തീബ്, പലതരം സംഭവം നടക്കുക. ഇതിന്റെ ഉള്ളിൽ എന്താ? ഖുർആൻ പറഞ്ഞില്ല, ചില മനുഷ്യരുണ്ട് കഴുതകളെ പോലെയാണ്. മസലുല്ലദീന ഹുമ്മിലു തൗറാത, തൗറാത്ത് വഹിക്കുന്ന ചില ആളുകളുണ്ട്. സുമ്മലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, പാണ്ഡം ചുമക്കുന്ന കഴുതനെ പോലെയാണ്. ഇതിനകത്ത് എന്താ ഉള്ളത് എന്ന് കഴുതക്കറിയില്ല, കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. ചില മനുഷ്യരങ്ങനെയാണ്, താൻ ഓതേണ്ടുന്ന പഠിക്കേണ്ടുന്ന ഖുർആൻ തുറന്ന് വായിക്കുന്നില്ല. ഇനി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ഉള്ളിൽ എന്താ കിടക്കണെന്ന് ഒരിക്കലും ചിന്തിക്കണില്ല. ഏതെടുത്ത് വായിച്ചാലും ഇതന്നെയാണ് കിടക്കുന്നത്. എല്ലാ തരത്തിലും അള്ളാന്റെ ഖുർആനിനെ തോൽപ്പിച്ച് കളയുകയാണ് ഈ സാധനങ്ങൾ. ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ചില സാധാരണക്കാരെ മനുഷ്യന്മാർ ഇത് അറിയില്ല, അവർക്ക് ഇതിന്റെ അർത്ഥം ഉണ്ടാവില്ല. റിഫായി ഷെയ്ഖിനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് റിഫായി മാല. നമ്മളൊക്കെ വീട്ടിൽ, പലരും വീട്ടിലുണ്ടാവും. 313 വക മൗലിദിന്റെ കിതാബിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. 60 രൂപയാണ് അതിന്റെ പതിപ്പ്. ആ കിതാബിനകത്ത് റിഫായി ഷെയ്ഖിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഈ ഒരൊറ്റ ഇരിപ്പങ്ങിയിരുന്നാൽ ലൗഹുൽ മഹ്ഫൂദ് കാണും അവരെന്നോവർ. ഇവിടെ അങ്ങോട്ട് ഇരുന്നാല് ലൗഹുൽ മഹ്ഫൂദ് ആണ് കാണും. ഒരു നബിയാണോ? അല്ല. ഒരു സഹാബിയാണോ? അല്ല. ഒരു താബിഇയാണോ? അല്ല. അതൊന്നും ആവേണ്ട ആവശ്യമില്ല. അവിടെ കണ്ട് ഇരുന്നാൽ ലൗഹുൽ മഹ്ഫൂദിൽ കിടക്കുന്ന വിവരങ്ങൾ വരെ റിഫായി ഷെയ്ഖിന് അറിയുമെന്നാ പഠിപ്പിക്കുന്നത്. നമ്മളെ നബിക്ക് വഹയി കിട്ടിയിട്ട് വേണം ഓരോ വിവരങ്ങളും അറിയാൻ. സ്വഹാബിമാർക്കോ നബി പഠിപ്പിച്ചു കൊടുത്ത വിവരം വേണം അറിയാൻ. റിഫായി ഷെയ്ഖിന് ഒന്നും ആവശ്യമില്ല, അങ്ങോട്ട് ഇരുന്നാ മതി, ലൗഹുൽ മഹ്ഫൂദിൽ കിടക്കണ വിവരങ്ങൾ അറിയാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പൊ ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ, അള്ളാഹുവാണല്ലോ എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ. ആ അള്ളാഹുവിനെ കുറിച്ച് വിശാലമായ ഇൽമുള്ളത് റബ്ബിനാണെന്ന്. അപ്പൊ റബ്ബിനെ കുറിച്ച് പറയേണ്ടതായ ചില കാര്യങ്ങൾ മനുഷ്യന്മാർക്കുണ്ട് എന്ന് വാദിക്കുകയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ പറ്റി എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതേപോലെ അതിനേക്കാൾ വലുതാണ് മുമ്പ് കഴിഞ്ഞു പോയവരെ പറ്റി എഴുതി വെച്ചത്. റിഫായി മാലയിൽ പറയാണ്, റിഫായി ഷെയ്ഖ് മക്കത്തേക്ക് പോകുക,
ചരിത്രമായതുകൊണ്ട് വേഗം മനസ്സിലാക്കാലോ. മക്കത്തേക്ക് പോകാൻ എന്തിനായിരിക്കും? ഉംറക്ക് വേണ്ടി അത്ര പോണത്. പോകുമ്പോ എങ്ങനെയാ പോണത്? നമ്മളൊക്കെ മാന്യമായ 2 തുണി ഡ്രസ്സൊക്കെ ഇട്ട് ആ ചെറിയൊരു ചെരുപ്പക്കെടാനുള്ള ഒരു സെന്ററൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പോകല്ലേ. ഇവര് പോകുമ്പോ തന്നെ ഉന്നം തൂടി മൂട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികൾ ഇമ്പീതി വേണ്ടെന്ന് ചൊന്നോവർ. മക്കക്കാരുടെ മുമ്പിലേക്ക് ഈ ശബ്ദം കൊണ്ട് ചെന്നപ്പോ മക്കക്കാര് പറഞ്ഞു, ഇമ്പീതി വേണ്ടെന്ന് ചൊന്നോവർ. ഇക്കോലത്തിൽ ഇവിടെ നടക്കൂല, ഇതൊരു ഹറമാണ്, ഇതൊരു മക്കയാണ്. അപ്പൊ കറാമത്ത് പറയാൻ വേണ്ടി പറഞ്ഞപ്പോ അതൊന്നും ആലോചിച്ചില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, ഇത് ഇവിടെ നടക്കൂല, അങ്ങനെയൊന്നും വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഷെയ്ഖിന് ദേഷ്യം പിടിച്ചു, ഭയങ്കര പ്രശ്നമായി, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അത്ര. അവസാനം ഷെയ്ഖ് പറഞ്ഞു, ഞാൻ ഇനിയും പ്രശ്നത്തിലാണ്. തൻ്റെ മതിലിൽ കൂളെത്തിയോവർ ആ ശബ്ദം ഉണ്ടാക്കിയുന്ന സാധനങ്ങളൊക്കെ പാട് പിടിച്ചിട്ട് മതിലുമേ അവിടെ കൊണ്ടുപോയി കൊളുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇനി തവാഫ് ചെയ്യണില്ല, ഇനി വേണമെങ്കിൽ എന്നെ കഅബ തവാഫ് ചെയ്യണം, ഞാൻ അങ്ങനെ നിൽക്കും, ഇന്നെ കഅബ വന്ന് തവാഫ് ചെയ്യണം. ഇബ്രാഹിം നബിക്ക് ഉണ്ടായിട്ടില്ല എത്ര കറാമത്ത്, ഇസ്മായിൽ നബിക്ക് ഇത്ര കറാമത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ മനുഷ്യന്മാർ ഇത് എഴുതി പാടി 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 ചൊല്ലിക്കൊടുത്ത് ഭക്ഷണം കൊടുത്ത് പിരിച്ചു വിടുമ്പോ ഉസ്താദേ അതിന്റെ എന്താണ് പറയണതിന്റെ പൊരുളെന്ന് പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ ചോദിക്കൂല. അതൊക്കെ ചിന്തിക്കാനൊക്കെ ആൾക്കാരെ ഏൽപ്പിച്ചിക്കുക. നമ്മൾ ആരും ചിന്തിക്കാൻ പാടില്ല. ചിന്തിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്, ഓല് പറയണത് ഇങ്ങനെ ഏറ്റ് നടക്കുക. ഓല് തക്ബീർ വിളിച്ചാൽ മതി, പിന്നെ പാസ്സായി, പിന്നെ പറയണത് എന്താണെങ്കിലും കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിന്നിട്ട് ആ കൃതിയിൽ ആ ലേഖനത്തിന്റെ അവസാനം മുഹ്യിദ്ദീൻ റിഫായിമാലോട് വായിച്ച പിന്നെ പറയുന്ന വാക്കെന്താ അറിയോ? അവസാനം കഅബ ഇളകി മറിയാൻ തുടങ്ങി, തവാഫ് തുടങ്ങി. കഅബ ഇങ്ങനെ ഇളകി തവാഫ് ചെയ്യാ. റിഫായി ശേഖൻ നിൽക്കുക, ഇളകി തുളുമ്പുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. ആകാശ ലോകത്തുനിന്ന് അല്ല വിളിച്ചുവത്രേ, റിഫായി എവിടെ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞമ്മക്ക് പരിഹാരം ഉണ്ടാക്കാ. ആരാ വലുത്? നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹു അക്ബറാ പറഞ്ഞത്, കൈകെട്ടിയപ്പോ അല്ലാഹു അക്ബറാ പറഞ്ഞത്. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഇതോതിയപ്പോ റിഫായി അക്ബറാണ് അർത്ഥം. എന്തർത്ഥം? റിഫായി ഷെയ്ഖ് അല്ല ഇവിടുന്ന് വിളിക്കണം, റിഫായി ഇവിടെ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, ഞമ്മക്കൊരു പരിഹാരം ഉണ്ടാക്ക, ഇന്നെ ഇടങ്ങാറാക്കല്ലേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് ചൊല്ലണം എന്നാണ് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് വഴിക്ക് പോകാം. അവനവന് ചെയ്യാൻ പറ്റുന്നത് ജനാധിപത്യ രാജ്യമാണ്. പറഞ്ഞു കൊടുക്കില്ല നമ്മളെ പണി. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നമ്മുടെ മേൽ ഇത് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യതയാണ് ഉള്ളത്. റബീഉൽ അവ്വൽ അങ്ങ് കടന്നു വന്നപ്പോ നമ്മൾ ചൊല്ലിയിരുന്ന പാട്ടിന്റെ അർത്ഥം ചോദിച്ചോ? മദ്ഹാണെന്ന് പറഞ്ഞാൽ എന്തും അങ്ങ് ചൊല്ലാൻ പറ്റുമോ? സി എം മടവൂരിനെ കുറിച്ച് പടച്ചോന എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, എന്ത് പാട്ടാണിത്? അത് മദ്ഹാണ് മൗലവി. അപ്പൊ എന്തും പാടാ. നബി തങ്ങളെ കുറിച്ച് പോലും പറയാണ്, നബി പോലും പറഞ്ഞിട്ടുണ്ട്, ലാ തതുറൂനി കമാ തറത്തിൻ നസാറാ ഈസാ ഇബ്നു മറിയം. ഈസാ ഇബ്നു മറിയം എന്ന ഈസാ നബിനെ ക്രൈസ്തവർ അമിതമായി പ്രശംസിച്ച് ദൈവമെന്നും ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ കുറിച്ച് പറയാൻ പറ്റാത്ത അമിതമായ പ്രശംസ പാടില്ല. ഔഷത്തിന് മധുവൊക്കെ വേണം. അത് ഈ സദസ്സിൽ എത്രയോ തവണ പ്രവാചകരെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടൊരു ബക്കറ്റ് വെക്കൂല, സ്വലാത്തിന്റെ പേര് പറഞ്ഞൊരു പെട്ടി വെക്കൂല, സ്വലാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടൊരു തട്ടിപ്പ് നടത്തൂല, സ്വലാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കേന്ദ്രം ഉണ്ടാക്കൂല. എന്നാൽ സ്വലാത്ത് ചൊല്ലാൻ അതിന്റെ പുണ്യങ്ങൾ എല്ലാവരും ചൊല്ലാൻ പറയും. സ്വലാത്തിന്റെ പേരിൽ ഒരു ഗൂഗിൾ പേ നമ്പർ തരൂല. അപ്പൊ ആൾക്കാർ പറയുങ്ങളോട് ഞങ്ങൾക്ക് സ്വലാത്തില്ലാഞ്ഞിട്ടാണ്. അതുപോലെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ കണ്ടുനോക്കുമ്പോൾ ഒറിജിനൽ ഇല്ല എന്നുള്ള തോന്നലാണ്. കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ പരക്കുമ്പോൾ ഒറിജിനൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഒന്ന് പഠിച്ചു നോക്കി. ഇസ്ലാം പറയാണ്, ഇസ്ലാം അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ് നമുക്ക്. അള്ളാന്റെ ദീനാണ് നമുക്ക് കൃത്യമായി വഹീന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിലൂടെ ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നത്. എന്നാൽ ആ നബിതങ്ങൾ ആ പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചോ? റബീഉൽ അവ്വൽ വന്നപ്പോ നമ്മൾ എന്തൊക്കെയാ പാടിയത്? അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. കൂടെ ഇങ്ങനെ റാലി ഇങ്ങനെ പോയി, ജീപ്പ് ഇങ്ങനെ കടന്നു പോയി. അറബിയിലെ പാട്ട് ഇങ്ങനെ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ആ നബിനെ പറ്റി എന്തോ സലാമൊക്കെ പറയുന്നുണ്ട്. എന്നാ സലാമ് മാത്രല്ല, ബാക്കി കേൾക്ക്. അസ്സലാമു അലൈക, നബിയെ നിങ്ങൾക്ക് സലാമുണ്ട്. നിങ്ങൾ ആരാണ്? മാഹിദ്ദുനൂബ്, പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. നമ്മളെ പാപമൊക്കെ
പുറത്ത് തരുന്ന ഇസ്തിഗ്ഫാർ തരുന്ന ആള് നബിയാണ്. അസ്സലാമു അലൈക, നബിയെ നിങ്ങൾക്ക് സലാമുണ്ട്. നിങ്ങൾ ആരാണ്? ജാലിൽ ഖുറൂബി, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുന്നവനാണ്. പിന്നെ പടച്ചോൻക്ക് ഇവിടെ എന്താ പണി? പിന്നെ നമ്മൾ അള്ളാന്ന് പറയുന്നത് ആരെ പറ്റിയിട്ടാണ്? ഇതൊക്കെ മദ്ഹാണോ? കഴിഞ്ഞില്ല. അവിടുന്ന് ശറഫൽ അനാമിൽ കാണാം, അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു. ഒരു ഭാഗത്ത് പാട്ട്, മറുഭാഗത്ത് ദഫ്. ഇത് രണ്ടും കൂടി ആയപ്പോൾ നമ്മൾ ഫുള്ള് മദ്ഹിലങ്ങോട്ട് ലയിച്ചു പോയി. എന്താ അർത്ഥം? അബ്ദുകൽ മിസ്കീനു യർജു, നബിയെ അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. ആദ്യമായി ക്രിസ്ത്യാനികൾ പറഞ്ഞ പോലെ പാടരുത് അറിഞ്ഞില്ലേ? അവിടേക്കപ്പ ഈ പോയത്. നബിയെ അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. ഖുർആൻ എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രാഇന്റെ യാത്രയിൽ തന്റെ അടിമയെ കൊണ്ട് അല്ലാഹു തആല ഇസ്രാ നടത്തിപ്പിച്ച എത്ര പരിശുദ്ധമാനാ. അല്ലാഹ് പോലും നബിനെ വിളിച്ചത് അടിമ എന്നാണ്. എന്നാൽ അങ്ങനെ വിളിക്കണം എന്നല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇപ്പൊ പറയണത്, നബിയേ നിങ്ങളുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. എന്തിനാ വരുന്നത്? ഫദ്ലകൽ ജമ്മൽ ഗഫീറു, പാപങ്ങൾ പുറത്തു തരണം നബിയേ. നബിയോ ഒരു ദിവസം 100 തവണ ഒരു പാപം ചെയ്യാത്ത നബി, സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ ഒരു ദിവസം 100 തവണ തൗബ ചെയ്യാറുണ്ട്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ തൗബ എന്നത് മുഅ്മിനിന്റെ പ്രധാന ഘടകമാണ്. അതാരോടാ? നബിനോടാ. അത് ഈ വാക്കിൽ നബിനോടാണ് ജനങ്ങൾ ചെയ്യുന്നത്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോ, അല്ലാഹുവിലേക്ക് കാരുണ്യത്തിന് വേണ്ടി ചോദിച്ച അവൻ തവ്വാബാണ്, അവൻ റഹീമാണ്. ഇത് റബീഉൽ അവ്വലിന് നമ്മളെ പള്ളിയിലും റാലിയിലും പാടിയ പാട്ടുകളുടെ അർത്ഥം ഇഞ്ഞു വായിച്ചോ? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ അങ്ങാടിയിൽ ഈ ശബ്ദം കേൾക്കുന്നവർക്ക് എഴുതിയെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുത്തോ, റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്തോ, പേന വേണമെങ്കിൽ പേന ചോദിച്ചോ. ഇതാ ഈ വരികളുടെ അർത്ഥം എന്താണ്? നബിയെ കുറ്റമില്ല, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ട് പാപങ്ങളുടെ വാഹനത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എനിക്ക് പരിഹാരം എന്താണ്? നബിയെ അങ്ങയോടാണ് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. 1400 കൊല്ലം മുമ്പ് വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരൊക്കെ നബിയെ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറയാനുള്ള മാനദണ്ഡം എന്താ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ റിഫായി ശൈഖ് ഒന്ന് ഹാജരാകണമെങ്കിൽ കുത്തറാത്തീബ് നിഷേധിക്കാൻ പറ്റുമോ? കേരള യാത്രക്കാരെ, നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? കുത്തറാത്തീബ് ഞങ്ങളുടേതല്ല, ഞങ്ങൾ അറിയൂല, ഞങ്ങളുമായി ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ? സ്റ്റേജിൽ കെട്ടിയിട്ട് കയറിയിട്ട് റിഫായി ശൈഖിനെ വിളിച്ചിട്ട് ശരീരത്തിൽ ബ്ലേഡ് എടുത്ത് മുറിച്ച് വരകുന്ന യാ അഹ്മദ് അൽ കബീർ റിഫായി എന്ന് വിളിച്ച് കരയുന്ന, രക്തത്തിൽ ഒഴുകുന്ന കുത്തറാത്തീബ് നടത്തുന്നവരെ, ഇസ്ലാമിന്റെ ഒന്ന് പറ. ശരീരം വേദനിപ്പിക്കാൻ, മുറിയുണ്ടാക്കാൻ, എന്നിട്ട് ഏതെങ്കിലും ഒരാളുടെ പേര് വിളിച്ചുകൊണ്ട് കരയാൻ ഷിയാക്കൾക്ക് തെളിവുണ്ട്. ഷിയാക്കൾക്ക് അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ ചെന്നാൽ മുഹറത്തിന്റെ സമയത്ത് അവർ യാ അലി, യാ ഹസൻ, യാ ഹുസൈൻ എന്ന് ചെയ്യാറുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ തെളിവ് ഇസ്ലാമിക പ്രമാണമാണ്. അതിലെവിടെങ്കിലും ഈ കുത്തറാത്തീബ് കോഴിക്കോട് കോയക്കല്ലാതെ വേറെ ആർക്കാ അതുകൊണ്ട് ലാഭമുള്ളത്? കാണൂല. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു അമുസ്ലിം, ഓ ഇസ്ലാം നല്ലൊരു മതാട്ടോ, ഭയങ്കര റാത്തീബാണ്, ആ ചോര കണ്ടപ്പോ എനിക്ക് ഇസ്ലാം കണ്ട് ചെല്ലണം എന്ന് തോന്നി, ഒരു മനുഷ്യൻ പറയോ? അത് കാണുന്ന ആൾക്കാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്കി. എന്നിട്ട് സ്റ്റേജും രാത്രി 9 മണിക്ക് ശേഷം കുത്തറാത്തീബ് എടുത്ത് ചാടിക്കളിക്കുക.
നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്നു, ചെലവിന് കൊടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു, വരിസംഖ്യ കൊടുക്കുന്നു. ഒരൊറ്റ ചോദ്യം, ഉസ്താദെ ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പട്ടാമ്പിക്കാരനാൾ വന്നു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, പുത്തംവാദിയാക്കരുത്, എന്നെ മുജാഹിദായി കൂട്ടരുത്, ഞാൻ പിഴച്ചോനായി നിങ്ങൾ മുദ്ര കുത്തരുത്, എനിക്ക് ചില സംശയങ്ങളാണ്, നിങ്ങളൊന്ന് എനിക്ക് ഡീസൻ്റായിട്ടൊന്ന് പറഞ്ഞു തന്നെ, എത്ര മണിക്കൂർ ഞാൻ വന്നിരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ആ ചോദ്യം കൊണ്ട് ചെന്നാൽ ആദ്യം നിങ്ങളുടെ മുഖത്തടിച്ചിട്ട് പറയും നിനക്കും പിഴച്ചു, ചോദിച്ചിട്ടുള്ളൂ അപ്പത്തിന് പേച്ചു. പിന്നെ തുടങ്ങും. പിന്നീട് പതുക്കെ എല്ലാവരും കൂടി മൂപ്പരങ്ങനെ നോക്കിയിട്ട് സൈഡാക്കാൻ തുടങ്ങും. പിന്നെ പതുക്കെ ആളുകൾ അദ്ദേഹത്തെ ഇട്ട് വിമർശിക്കാൻ തുടങ്ങും. അയാൾ ഇസ്ലാമിലുള്ളത് മാത്രം ചെയ്യാൻ തുടങ്ങിയാൽ ഓനെ നാട്ടുകാരൊക്കെ വിളിക്കും വഹാബി. ഇസ്ലാമിലുള്ളത് മാത്രം ചെയ്ത ഓന് പുത്തൻവാദി, വഹാബി. ഇസ്ലാമിൽ പരിചയമില്ലാത്ത 700 കൊല്ലം പഴക്കമുള്ള ഹദ്ദാദ് റാത്തീബ്, 400 കൊല്ലം പഴക്കമുള്ള മുഹയ്യദ്ദീൻ മാല, 300 കൊല്ലം പഴക്കമുള്ള കുത്തുബിയ്യത്ത്, സ്വലാത്ത് വാർഷികത്തിന്റെ പഴക്കം 35 കൊല്ലം, അറിവിൻ നിലാവിന്റെ പഴക്കം 5 കൊല്ലം, നൂറെ അജ്മീറിന്റെ പഴക്കം 4 കൊല്ലം. എങ്ങനെ എണ്ണി നോക്കിയാലും 1400 നമുക്ക് ടച്ച് ആവണില്ല. സുഹൃത്തുക്കളെ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത്, ഉസ്താദേ, പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദേ, നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഇത് മഹത്തരമായ നബി തങ്ങളുടെ ചരിത്രത്തിൽ എവിടെങ്കിലും ഉണ്ടോ? ഈ സാധനങ്ങൾ എവിടെങ്കിലും ഉണ്ടോ? അവർ ചൊല്ലിയിട്ടുണ്ടോ? ഓല് പാടിയിട്ടുണ്ടോ? ഇല്ല. ശരി, അത് കഴിഞ്ഞ സ്വഹാബത്ത് ഏറ്റവും ഉത്തമരായ 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ ഖുത്തറാത്തീബ്, അബൂബക്കർ തങ്ങളുടെ വീട്ടിൽ അലിയാർ തങ്ങളെ വക ഖുത്തറാത്തീബ് ഉണ്ടായി, നിങ്ങൾ ചോദിക്കുക. ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാലോ. ചോദിക്കുന്നവനൊക്കെ വഹാബിയായി മാറും. സാരല്ല, ആ വിളി ഞങ്ങൾ അങ്ങ് സഹിച്ചു. അള്ളാന്റെ പേരാണ് വഹാബ്, അൻതൽ വഹാബ്. വഹാബികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാന്റെ ആൾക്കാരാണ്, ധൈര്യമായിട്ട് വിളിച്ചോളി. എന്നാൽ ഇവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്, ഇതിനെ പഴക്കണ്ട്, സ്വഹാബിമാർക്ക് പരിചയമുണ്ടോ? ഹദ്ദാദ് റാത്തീബ്, മങ്കൂസ് മൗലൂദ്, ഷറഫ് ലനാ മൗലൂദ് അടക്കമുള്ള പുണ്യമാക്കി ചൊല്ലി പോരിശ പറയുന്ന ഇത്തരം ഗ്രന്ഥങ്ങൾ. ഇനി അത് കഴിഞ്ഞാൽ മദ്ഹബിന്റെ 4 ഇമാമിയങ്ങൾ ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാത്തിനും എന്താ പറയാ, ഞങ്ങൾ മദ്ഹബിന്റെ ആൾക്കാരാ, ഞങ്ങൾ ഇമാം ഷാഫിന്റെ ആൾക്കാരാ, നിങ്ങൾക്ക് മദ്ഹബില്ലല്ലോ. ഞങ്ങൾക്ക് മദ്ഹബുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നമ്മുടെ ഏതെങ്കിലും ഒരു മദ്ഹബിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇമാമ്, ഈ പറഞ്ഞ എണ്ണിപ്പറഞ്ഞ ഹദ്ദാദ് റാത്തീബ്, മങ്കൂസ് മൗലീദ്, ഷറഫ് ലനാ മുഹയ്യദ്ദീൻ മാല, ഖുത്തറാത്തീബ്, നിങ്ങളുടെ നാട്ടിൽ കിഴക്കോത്തങ്ങാടിയിൽ ആരൊക്കെ എന്തൊക്കെ പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ച പുസ്തകമുണ്ടോ ഒക്കെ എണ്ണി നോക്കിയിട്ട് ചോദിക്കുക, ഇത് ചൊല്ലിയാൽ ഇത്ര കൂലി. എന്താ നമ്മളെ വകയില്ല, ഞാൻ വെറുതെ പറഞ്ഞില്ല, ഇതിന് കൂലി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരു കാര്യത്തിന് കൂലി പറയേണ്ടതാരാ? പ്രതിഫലം പറയേണ്ടതാരാ? അല്ലാഹ്. നമ്മളിഷ്ടത്തിന് പറയാൻ പറ്റുമോ? എന്നാൽ ഇതിനങ്ങനെയല്ല, പ്രതിഫലം പറയുന്നുണ്ട്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. മുഹയ്യദ്ദീൻ മാല തെറ്റുകൂടാതെ തജ്വീദ് അടിസ്ഥാനത്തിൽ മഖ്റജൊക്കെ ശരിയാക്കി പാരായണം ചെയ്താൽ സ്വർഗത്തിൽ ഒരു മാളിക തരുന്നതാണ്. ഇതാരാ പറഞ്ഞത്? സ്വർഗം തരാന്ന് പറയണമെങ്കിൽ അതൊന്നുകിൽ അള്ളാഹ് പറയണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വഹീൽ വരണം. ഇതങ്ങോട്ട് പറയാ, അങ്ങോട്ട് ചൊല്ലിപ്പിക്കുക, അങ്ങോട്ട് പുണ്യം നിശ്ചയിക്കുക. 12 റക്അത്ത് നോക്കിട്ടാ നമ്മളെ ഖുർആനോദ. റമദാൻ വരാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഇത് റമദാനിന്റെ മുമ്പായത് കൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാ, ചിന്തിക്കാനും മനസ്സിലാക്കാനും പട്ടിണി കിടന്ന് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പടച്ചോൻക്ക് കൊടുക്കാൻ തീരുമാനിച്ചതാണല്ലോ റമദാൻ. ചിന്തിക്കണം, നമ്മൾ ഈ പട്ടിണി കിടക്കുന്നത് സ്വീകരിക്കണ്ടേ? അത് പടച്ച റബ്ബ് കബൂലാക്കണ്ടേ? എന്താ ഒന്നാമത്തെ മാനദണ്ഡം? അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. 2 നബിനെ പിൻപറ്റി ചെയ്തിട്ടുണ്ടാവണം. 3 ചെയ്യുമ്പോൾ ഇത്തിബാഅ് ചെയ്ത് റബ്ബിനെ അത് കബൂലാക്കി സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എങ്കിലെങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ, ഇത് അള്ളാഹുവിന്റെ ദീനിനോട് യോജിക്കുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി വായിച്ചു നോക്കണം. നമ്മൾ ഓരോന്നിലെയും ഇടകേറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. സ്വഹാബത്തിനറിയില്ല, മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കറിയില്ല, പ്രമുഖരായ ആർക്കും ഇത് കണ്ടു പരിചയമില്ല. ഇത് പുതിയ കാലത്തിലേക്ക് നമ്മുടെ ഇടയിലേക്ക് കയറി വന്നതാണ്. ഇനി ഒന്ന് ആലോചിച്ചൊക്കെ, ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ നാട്ടിൽ ഇന്ന് കച്ചവടത്തിനാണ് ഉപയോഗിക്കുന്നത്. എന്റെ ആരോപണമാണെങ്കിൽ നാളെ നിങ്ങൾക്ക് മറുപടി തരും.
ഞാൻ പറഞ്ഞത് വെറുതെ ആണെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഇസ്ലാമിലെ സുപ്രധാനമായ കാര്യങ്ങൾ വരെ കച്ചവടാക്കി മാറ്റിയിരിക്കുകയാണ് സ്വലാത്ത്. ഇസ്ലാമിൽ എന്തിനാ സ്വലാത്ത്? നമുക്കൊരു വാർഷികം ഉണ്ടാക്കാൻ, ചാക്കൊഴുകാൻ, പെട്ടി ഉണ്ടാക്കാൻ, എല്ലാത്തിനും ചൂഷണമായി. ഇസ്ലാമിലെ സ്വലാത്ത് എന്താ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇതൊക്കെ നമുക്ക് അറിയണ ആയത്തന്നെ. സ്വലാത്ത് ചൊല്ലിയ എന്താ കൂലിയുള്ളത്? മൻ സ്വല്ലാ അലൈഹി സ്വലാത്തൻ സ്വല്ലാ ബിഹാ അലൈഹി അശ്റ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ രേഖപ്പെടുത്തും. സ്വലാത്ത് ചൊല്ലാത്ത വ്യക്തി ബഖീലാണ്, പിശുക്കനാണ്. അതുകൊണ്ട് നമ്മൾ ഒറിജിനലായി ദീന് പഠിപ്പിച്ച സ്വലാത്ത് നമ്മൾ ചൊല്ലണം. ഇബ്രാഹിമി സ്വലാത്താണ് ഇസ്ലാം അത് പഠിപ്പിച്ചതിൻ്റെ 7ഓളം രൂപങ്ങൾ ചെറുതും വലുതുമായിട്ട് പഠിപ്പിക്കപ്പെട്ടുണ്ട്. എന്നാൽ അതിലെവിടെയും സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ടാകൂല. അത് കൊടക്കാട് തങ്ങൾക്ക് സ്വന്തം ഉണ്ടാക്കിയതാണ്. മൂപ്പർക്ക് കായ് ഉണ്ടാക്കണമെങ്കിൽ ഇബ്രാഹിമി സ്വലാത്ത് പറ്റൂല. അപ്പൊ കൊടക്കാട് തങ്ങളൊരു സ്വലാത്ത് ഉണ്ടാക്കി, സ്വലാത്തുൽ ഫാത്തിഹ. കൊടുവള്ളി അങ്ങാടിയിൽ നിന്ന് ബസ് വിളിച്ച് പാലക്കാട് എൻ്റെ നാട്ടിലേക്ക് കൊടക്കാട് അങ്ങാടിക്ക് എന്തിനാ ഒരു വരുന്നത്? അവിടെ സ്വലാത്തുണ്ട്. അത് ഏത് സ്വലാത്താ? സാധാരണ നമ്മളൊക്കെ വീട്ടിലിരുന്ന് അങ്ങ് എത്ര വേണമെങ്കിലും ചൊല്ലാം. അതിന് പെട്ടി ആവശ്യമില്ല, അതിന് പൈസ കൊടുക്കണ്ട. ഇത് പ്രത്യേകമായ സ്പെഷ്യലാണ്. സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ടാക്കിയതാരാ? ഈ പറഞ്ഞ കേരളക്കാരനായ ഒരു മനുഷ്യനല്ലേ? താജുസ്സലാത്ത്, കെഞ്ചുൽ അർശ്, സിൽസിൽ ബൗലി അടക്കമുള്ള സ്വലാത്തുണ്ട്. നബീനെ സ്വപ്നം കാണാനുള്ള സ്വലാത്ത്, യാത്ര ഹാസിലാകാനുള്ള സ്വലാത്ത്. ഇതൊന്നും ഇസ്ലാമിലില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവെന്താ അറിയോ? ഒരു മയ്യത്തിനെ കൊണ്ടുവന്നു. മയ്യത്ത് കൊണ്ട് ഈ നാട്ടിൽ അങ്ങാടിയിലെ ആൾക്കാർ ഇരുന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ മുജാഹിദ് ആവേണ്ട മനുഷ്യന്മാരെ, നിങ്ങളൊന്ന് കേട്ടാൽ മതി. ഇതൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ച് ഇമാമ് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഉസ്താദിന്റെ വക കുറച്ച് വസിയത്തും ഉപദേശങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ ഒരു പറയും നിസ്കാരത്തിന്റെ രൂപം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1ാമത്തെ തക്ബീറിൽ നമ്മൾ കെട്ടിയിട്ട് ഫാത്തിഹ ഓതണം. 2ാമത്തെ തക്ബീർ ശ്രദ്ധിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. 2ാമത്തെ തക്ബീറിൽ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലണം എന്ന് പറയാം. എത്ര പോരിഷണ്ടിച്ചെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ എന്താ പറയാത്തത്? അത് ഈ പഠിപ്പിച്ച സ്വലാത്തിൽ അതില്ല. ഇത്രക്ക് പോരിഷുണ്ടെങ്കിൽ ആ നമസ്കാരത്തിന്റെ ഇടയ്ക്ക് ക്യാൻസർ മാറ്റുന്ന 3 ഡയാലിസിസ് ഉള്ള ആൾക്ക് ഡയാലിസിസ് വേണ്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിവുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഇവിടെ ഈ സ്വലാത്ത്? അതൊന്നും പറ്റൂല. ഇബ്രാഹിം സ്വലാത്താണ് നമ്മൾ ചൊല്ലേണ്ടത്. അതാണ് നമ്മളും പഠിപ്പിച്ചത്. അതാണ് ദീനിലുള്ള സ്വലാത്ത്. എന്നിട്ട് ഈ സ്വലാത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്നിട്ട് അതിന് കൊടിമരം വെക്കുക. എന്നിട്ട് കൊടിമരത്തമ്മ കാക്ക തൂറി എന്ന് പറഞ്ഞിട്ട് കാക്ക പമ്പേഴ്സിട്ട് നടക്കാൻ പറ്റുമോ? അതിന് ഒഴിവുണ്ടാകുമ്പോൾ ഉള്ളിടത്ത് പറ്റുന്നോടത്ത് തപ്പിട്ട് പോകും. അതിനൊന്നും മനുഷ്യന്മാർ കാക്കനെ കൊന്നിട്ട് കാര്യമല്ല. അത് ഞമ്മക്ക് ബോധം വേണം. എന്നിട്ട് സ്വലാത്ത് അങ്ങ് തുടങ്ങിയിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് എത്തിയും കുട്ടികളെ കെട്ടിക്കാനുണ്ട്. അതിനാണ് സ്വലാത്ത്. തർക്കടില്ല. അത് അമൃതാനന്ദമായി അവിടെ 37 കുറേ ചെയ്യുന്നുണ്ട്. സത്യസായി ബാബ 37 മൂപ്പര് അവിടെ കഴിയുന്ന കാലത്ത് മൂപ്പര് കുറേ ചെയ്തിട്ടുണ്ട്. അതിന് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ എടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എത്തിയും കുട്ടികളെ കെട്ടിക്കണമെന്നില്ല. അവിടെ അവസാനിച്ചില്ല. സ്വലാത്തിന് വന്ന മനുഷ്യന്മാർക്കൊക്കെ തേനൊക്കെ കൊടുത്തിട്ട് എല്ലാവരോടും ഒരു വസിയത്തുണ്ട് മൂപ്പര വക, സ്വലാത്തുൽ ഫാത്തിഹിന്റെ വക. എന്താ പറയണേ? നിങ്ങളെല്ലാവരും ഇവിടെ അമുസ്ലിങ്ങളായ ആളുകളുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്തൊരു വസിയത്താണ്! ഈ സമുദായത്തിന്റെ പൈസ എടുത്തിട്ട് ഈ സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ടുവന്ന് സദസ്സിലെത്തിയിട്ട് അവരോട് പറയണേ, ഇവിടെയുള്ള അമുസ്ലിമീങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ തേനെടുത്ത് കുടിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കച്ചവടത്തിന് ഇവിടെ എന്താണ് നമ്മൾ മിണ്ടാത്തത്? ഇത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നതിന് പകരം എല്ലാത്തിനും കൊടി ഉയർത്താനും എല്ലാത്തിനും പതാക ഇട്ടുകൊടുക്കാനും നമ്മളെ നേതാക്കന്മാർ പോകുമ്പോഴാണ് ഇത് നിങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വന്നത്. അവസാനിച്ചില്ല. തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾക്ക് പോകാനുള്ള കാശ് റെഡി. എടമുട്ടം വരെ പോകാൻ തയ്യാറുണ്ടോ? കൂരിക്കുഴി തങ്ങളുടെ സ്വലാത്ത് നടന്നു. 30 വകയാണ് സ്വലാത്ത് ഉണ്ടാക്കി തുടങ്ങി. കുറച്ചു കാലം കുഴപ്പമില്ലാതെ പോയി ആളിങ്ങനെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, വേണ്ടാത്തതിന് നല്ല ആള് കൂടും. ആള് കൂടി വന്ന അവസാനം ഒരു സ്വലാത്തങ്ങ് തുടങ്ങിയ സമയത്ത് വികലാംഗനായ ഒരു മനുഷ്യൻ വന്ന് കസേരയിൽ വന്നിരുന്നു. അയാൾ പെട്ടിക്ക് 2000 രൂപ ഇട്ടുകൊടുത്തു. പിന്നെ മൂപ്പര് തങ്ങളെ വക 2 ദുആയുണ്ടായി. അവസാനം സ്വലാത്തൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ വികലാംഗനായ വൈകല്യമുള്ള മനുഷ്യൻ എഴുന്നേറ്റ് ഭിന്നശേഷിക്കാരനായ ഇയാള് പിന്നെ പോണത് എല്ലാവരും ഇടയിൽ കൂടെ നടന്നിട്ട് 2 കൈയും വീശിട്ട് ടിപ്പ് ടോപ്പായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി.
തങ്ങളെ വക അവിടെ കണ്ടോ സുബ്ഹാനല്ലാഹ് തക്ബീർ ചൊല്ലു, എല്ലാവരും തക്ബീർ കണ്ടോ. വികലാംഗനായ ഭിന്നശേഷിക്കാരനായ മനുഷ്യൻ ഈ സ്വലാത്തിന്റെ പെട്ടിയിൽ പൈസ ഇട്ട് കൊടുത്തു. ഇപ്പോഴതാ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഒരു നോർമൽ മനുഷ്യനെ പോലെ സന്തോഷത്തോടെ നടന്നു നീങ്ങുന്നു. ഈ സ്വലാത്തിന്റെ മഹത്വമാണ്. ഇതൊക്കെ നബി അങ്ങോട്ട് കച്ചവടം ചെയ്യുന്ന എന്തൊക്കെ അവിടുത്തെ അവസ്ഥ ആലോചിച്ചു. അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നി, എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ കുറെ മനുഷ്യന്മാർ ഇങ്ങനെ ചിന്തിക്കണ കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് 2-3 ആൾക്കാർക്ക് തോന്നി എത്ര പെട്ടെന്നൊരു സ്വലാത്ത് കൊണ്ട് ഇപ്പൊ അത് മാറുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ മെഡിക്കൽ കോളേജ് വെറുതെ കോഴിക്കോട്ട് അങ്ങാടിക്ക് ആംബുലൻസ് ഇങ്ങനെ കയറ്റി വിടണ്ട, നേരെ അങ്ങോട്ട് വിടുക. അപ്പൊ ആൾക്കാർക്ക് ചില സംശയം തോന്നിയിട്ട് ഇങ്ങനെ പിന്നാലെ നടന്ന് കൂടി നോക്കുമ്പോ പിറ്റേ ദിവസം പേപ്പറിൽ വന്നു, അവരെ സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ വന്നു. എന്താ വന്നറിയോ? നാടക നടനെ കൊണ്ടുവന്ന് അഭിനയിച്ച് പണം ഇടിയിപ്പിച്ച് ആദ്യം പോക്കറ്റ് കൊടുത്തുക്കണു, എന്നിട്ട് ഇത് വരുമ്പോൾ ഇടണം എന്ന് പറഞ്ഞിക്കണു, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നേരെ നടക്കണം എന്ന് പറഞ്ഞിക്കണു. അഭിനയ നടനെ കൊണ്ടുവന്ന് നടത്തിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഇപ്പൊ സ്വലാത്ത് നടക്കണില്ല. മനസ്സിലായോ? പൊളിയാൻ ഇത്ര ചാൻസേ വേണ്ടുള്ളൂ, അതിൻ്റെ ഉള്ളൊന്ന് കീറാൻ ഒരു ചാൻസേ വേണ്ടുള്ളൂ. അപ്പൊ സ്വലാത്ത് എന്തിനാണ്? നമ്മുടെ നന്മക്കും പടച്ച റബ്ബിന്റെ പുണ്യം പ്രതീക്ഷിച്ചും നബിതങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥന പലരുടെയും ജീവിത മാർഗത്തിന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. ദിക്ർ ഇസ്ലാമിൽ എന്തിനാ? നമ്മൾ അല്ലാഹനെ ഓർക്കാൻ. ഫദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, അല്ലാഹനെ നന്നായി സ്മരിക്കണം. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള നിന്റെ നാവ് നനഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർന്നിട്ടില്ല, സാമ്പിൾ പറഞ്ഞതാ. ഇതൊക്കെ ഹദീസിലുണ്ട്, പഠിപ്പിച്ച നബിതങ്ങളിൽ നിന്ന് മാതൃകയുണ്ട്. എന്നാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ചില മഖാമുകളിൽ ദുആ, ദർഗകളിൽ ദുആ മജ്ലിസ്, ദർഗകളിൽ ദിക്ർ മജ്ലിസ്, എന്നിട്ട് എന്താ ചൊല്ലും, എന്താ പറയുന്നത്, എന്താ പാടിക്കൊണ്ടിരിക്കുന്നത്? ചിലരൊക്കെ എഴുതി വെച്ചു, അവരുടെ ദിക്റുകൾ എഴുതി വെച്ചു, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക ഇല്ലല്ലാ, ലാ നാക ഇല്ലല്ലാ. എന്താ ഒക്കെ എൻ്റെ നാക്കും അല്ലല്ലാതെ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം വെച്ച് ശരിക്കും വായിച്ചോക്കി വേറൊരു മതത്തിലേക്കാണ് എൻ്റെ വാക്ക് പോകുക. വേറെ ഒരാൾ ദിക്ർ പഠിപ്പിക്കാണ്, ഈ ഔലിയ പാപ്പ ഇന്നതാ ചൊല്ല, എന്താ ചൊല്ലണത്? അനജാമൂ സുന്നനജാമൂ 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 സുൻ. സമാധാനം. അനഹിമാറെന്ന് പറയാത്ത ഭാഗ്യം. ജാമൂസ് പറഞ്ഞാൽ ഞാൻ പോത്താണ് എന്നാണ്, ഹിമാർ എന്ന് പറഞ്ഞാൽ കഴുതാന്നാണ്. ഈ ആദ്യ ആൾക്കാർക്ക് അത് പറയലേക്കും നന്നാവുക. അനജാമൂസുൻ 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 35 തവണ പറയണം. നമ്മൾ എതിർത്തു. അപ്പൊ നിങ്ങൾക്ക് ദിക്റില്ല. ഇമാതിരി പൊട്ടത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ജനങ്ങളെ കൊണ്ട് യഥാർത്ഥ ദിക്ർ ചൊല്ലേണ്ട മനുഷ്യരെ കൊണ്ട് ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത സൂഫികളുടെ ത്വരീഖത്തുകളുടെ പൊട്ടത്തരങ്ങളെ ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് സാധുക്കളെ കൊണ്ട് പണം മേടിച്ച് ചെയ്യിപ്പിക്കുന്ന ഇപ്പരിപാടി ഇസ്ലാമിലെ ദിക്റല്ല. അവിടുന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എല്ലാ മനുഷ്യന്റെയും കൽബുകൾക്ക് സമാധാനം കിട്ടുന്നതാണ് ദിക്റുകൾ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ ഓർമ്മിച്ച് സ്മരിച്ച് ദിക്ർ സമാധാനം കണ്ടെത്തുന്ന സാധനം. അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പാടില്ല. പിന്നെയും നമ്മുടെ നാട്ടിൽ വരുമാനങ്ങളാണ് ഖബർ സിയാറത്ത്. അള്ളാഹുവേ, ഒരാളെ ഖബർ സന്ദർശിക്കണമെങ്കിൽ ഒരു 500 രൂപ മൂപ്പർക്ക് ചുരുങ്ങിയത് ഉസ്താദിന് കൊടുക്കണം. അതിന് പുറമെ ചില സ്ഥലത്ത് ഖബർ കൊണ്ട് നടക്കൂല. അപ്പൊ എന്ത് ചെയ്യണം? മഖാം ഉണ്ടാക്കണം. ദർഗകൾ തിരുവനന്തപുരത്ത് ഭീമാപള്ളി മുതൽ കാസർഗോഡ് അങ്ങോട്ട് ഉള്ളാളത്തേക്ക് വരെ നീങ്ങിയാല് ഇന്ത്യയിലെ 4000-ലധികം മഖാമുകളുണ്ട്. അതിൽ നല്ലൊരു ശതമാനം നമ്മളെ നാട്ടിലാ, കേരളത്തിലാ. കാരണം ഈ ആദി കുറെ ആൾക്കാർ നമ്മളെ നാട്ടിൽ കൂടുതലാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ആളുകളിൽ നിന്ന് ഒരാള് നമ്മുടെ വീട്ടിലെ നാട്ടിലെ ഏതെങ്കിലും ഒരാളുടെ ഖബർസ്ഥാനിൽ പോയി ആ വ്യക്തി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നാട്ടുകാർക്കാർക്കും പൈസ ഇട്ടൂല. അപ്പൊ ഇതിനെന്താ മാർഗം? അതിന് മഖാമു സിയാറത്തുകൾ ഉണ്ടാക്കണം.
എന്നിട്ട് അമീർ വേണം. പണ്ട് ഹജ്ജിന് ഉംറക്ക് അമീർ കേട്ടിട്ടില്ലേ? ഇപ്പൊ ബസ്സിന്റെ പരസ്യം എന്താ? അമീറിന്റെ കീഴിൽ ഉംറക്ക് പോണ പോലെ അമീറിന്റെ കീഴിൽ സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുന്നു. എവിടേക്കാ അവസ്ഥ പോണത്? അജ്മീർ, ഉള്ളാള്, നാഗൂർ, മുത്തുപ്പേട്ട, CM മടവൂര്, പിന്നെ മഞ്ഞക്കുളം ഔലിയ നമ്മളെ പാലക്കാടുള്ളതാണ്. പിന്നെ അങ്ങനെ പറ്റുന്നിടത്തൊക്കെ കൊണ്ടുപോകും. അവിടെയൊക്കെ കൊണ്ടുപോയി പൈസ ഇട്ട് കൊടുക്കുക. പറയുമ്പോൾ ഉസ്താദിന്റെ വക ഇതൊക്കെ ഉണ്ടാവും, ഉസ്താദിന് എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ എല്ലാവരും കുറേ പൈസയൊക്കെ കൊണ്ടുപോയി വിറ്റ് സമാധാനമായിട്ട്. ഞാൻ ഒരുപാട് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടൊരു മക്കാമ സിയാറത്ത് ചെയ്ത് പോയി വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങോട്ടാണ് ഈ യാത്ര? എന്തിനാ ഖബർ സിയാറത്ത്? ഇസ്ലാം പഠിപ്പിച്ചത് ഒരു പൈസ മാർഗമാണോ? നബി തങ്ങൾ പറഞ്ഞു, സൂറുഹാ, ഖബർ സന്ദർശിക്കണം. അലാ തസൂർ, നിങ്ങൾ സന്ദർശിക്കണത് എന്തിനാണ്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ, മരണമോർക്കാനാണ്, പരലോകമോർക്കാനാണ്, പരലോകത്തേക്ക് ചിന്തിക്കാനാ, മനുഷ്യൻ നന്നാവാനാ, കരയാനാണ്, കൽബ് ശരിപ്പെടാൻ വേണ്ടിയാണ് ഖബർ സിയാറത്ത് ചെയ്യണം. പ്രിയപ്പെട്ട ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്, മാതാപിതാക്കളാണ് ഖബറിൽ കിടക്കുന്നത് ആരുമാകട്ടെ. ഇന്ന് അയാളുടെ അവസ്ഥ അതാണെങ്കിൽ നാളെ ഞാനും മരിക്കാനുണ്ട്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അപ്പോ ഖബർ സിയാറത്ത് എന്തിനാണ് ഇസ്ലാം പറഞ്ഞത്? മനുഷ്യൻ പരലോകവും മരണവും ഓർക്കാനും, ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാനും, കരയാനും, കണ്ണീരോടെ വരാനും, കൽബൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനും, പിണക്കങ്ങളൊക്കെ മാറ്റാനും, അള്ളാഹുവിലേക്ക് അടുക്കാനൊക്കെയാണ് ഈ ഖബർ സിയാറത്ത് ഇമാം ഷാഫി തങ്ങളൊക്കെ കൊടുത്ത 5 ഗുണങ്ങൾ അതിലൂടെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഖബർ എന്ന് പറഞ്ഞ ഉത്സവപ്പറമ്പാണ്. കിഴക്കോത്തങ്ങാടിയിലെ മക്കാമിന്റെ ചരിത്രം വായിച്ചോ? കിഴക്കോത്ത് ജാറത്തിന്റെ മക്കാമിന്റെ ചരിത്രം ഞാനൊന്ന് പഠിച്ചു. നല്ല വയലറിയാൻ പറ്റുള്ളൂ. ആ മക്കാമിൽ കിടക്കുന്ന വ്യക്തിയുടെ പേരെന്താണെന്നറിയില്ല. ഒരു സ്ഥലത്ത് ഒരു സമയത്ത് അവിടെ വല്ലാത്തൊരു വരൾച്ച ബാധിച്ചപ്പോ ഒരു മൃതശരീരം കിട്ടി. നാട്ടിലെ ചില ആൾക്കാരൊക്കെ പറഞ്ഞുവത്രേ. ആര് പറഞ്ഞുവത്രേ? ആരോ പറഞ്ഞു, ഈ മയ്യിത്ത് നല്ല ഒരു സ്വാലിഹാണെങ്കിൽ ഞങ്ങൾക്ക് മഴ കിട്ടട്ടെ, മഴ കിട്ടിയാൽ നല്ല ആളാണ്. അപ്പൊ നല്ലൊരു മഴക്കാലം, മഴ പെയ്തു ഉഷാറായി. ആൾക്കാർ തീരുമാനിച്ചത് നല്ലൊരു സ്വാലിഹാണ്. ശരി, സ്വാലിഹാണ്, കുഴപ്പമില്ല. ഇനി എന്താ ചെയ്യണ്ട്? ഇനി നമുക്ക് കെട്ടിപ്പൊക്കണം, നമ്മൾ സിമെന്റ് ഇട്ട് പൂശണം, പച്ച വിരിക്കണം, പെട്ടി വിരവ് വെക്കണം. ഇതൊക്കെ നമ്മളെ വക. നല്ല മനുഷ്യനാണെങ്കിൽ നല്ല മനുഷ്യനാവട്ടെ. ബാക്കി ആരെ വകേ? നമ്മളെ വക. എന്നിട്ട് കെട്ടി ഉയർത്തി ചരിത്രം പറയാണ്, ഈ മക്കാമിലേക്ക്, ഇത് ഉസ്താദുമാരാണ് പറയുന്നത് കേട്ടോ, യൂട്യൂബ് കിടക്കുന്ന വീഡിയോസാണ്. ഈ മക്കാമിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ്. എന്തിനൊക്കെയാണ്? ഒരിക്കൽ അവിടെ ഒരു ആന ഇറങ്ങുകയുണ്ടായി. ആന വന്ന സമയത്ത് അവിടെ ആനവരവുണ്ടായിരുന്നു. ആന വന്നപ്പോ ഒരു സാധുവിന്റെ മനുഷ്യന്റെ കാലുമ്മ ചവിട്ടിയപ്പോ അവിടെ ആ മനുഷ്യന്റെ കാലുമ്മ കിട്ടിയ ചവിട്ട് മാറാൻ ഈ മക്കാമിലുള്ള വെളിച്ചെണ്ണ കൊണ്ടുപോയി തേച്ചപ്പോ ആ മുറി അങ്ങ് ഉണങ്ങി. മൂപ്പര കറാമത്താണ്. ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, ഈ മക്കാമിലേക്ക് ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. എന്തിനാണ്? ടെൻഷൻ മാറാനാണ് വരുന്നത്. ഞാനത് കേട്ടപ്പോ ഒന്നാലോചിച്ചു. സ്വഹാബത്ത് ഖബറിന്റെ അടുത്ത് വന്ന് ടെൻഷൻ അടിക്കായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോ കരയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹത്താ ബല്ല സറാ, താടിരോമങ്ങൾ നനയാൻ മാത്രം കുതിർന്ന രൂപത്തിൽ കരയുന്നത് കണ്ട സ്വഹാബത്തുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഖബർ കാണുമ്പോ കരയുന്നത്? അപ്പം മറുപടി പറയുകയാണ്, ഞാൻ കരയാനുള്ള കാരണം, ഇന്നൽ ഖബറ അവ്വല മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഈ ഖബർ എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത്തെ പരലോക ഭവനമാണ്. അവിടെ രക്ഷപ്പെട്ടാൽ ഭാവി രക്ഷപ്പെടും, അവിടെ കുടുങ്ങിയാൽ എല്ലായിടത്തും കുടുങ്ങിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് പറഞ്ഞു. നമ്മുടെ നാട്ടിലത്തെ ആളോട് കിടക്കട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ നാട്ടിലത്തെ വിഷയ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ഷറഫാക്കപ്പെട്ട ഒരാളിഞ്ഞ് ലോകത്തുണ്ടോ? ഇല്ല. നമ്മളൊക്കെ 2 കൂട്ടർ അംഗീകരിക്കുമല്ലോ. ശരി, മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പാണ് നബി തങ്ങൾ ഇങ്ങനെ സ്വഹാബത്തിനെ വിളിക്കുന്ന, ഭാര്യമാരെ അടുത്ത് വിളിച്ചിട്ട് എന്തോ പറയുന്നുണ്ട്.
പ്രയാസം കൊണ്ട് പറയാൻ കഴിയുന്നില്ല. ഈ നേതാവിനെ ഇഷ്ടപ്പെടുന്നവർ ഇനി പറയുന്ന വാക്ക് കേൾക്ക്. മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പാണ് വസിയ്യത്ത്. സ്വഹാബത്തിന് ഇങ്ങനെ ചെവിയോട് ചേർത്ത് വെച്ചിട്ട് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് കിട്ടിയിട്ടുണ്ട് ട്ടോ. എന്നിട്ട് കാരണം പറയാണ്, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കന്മാർ മരിച്ചാൽ അവിടെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മസ്ജിദുകളാക്കി അവർ ചെയ്യും. നിങ്ങളാ പണി ചെയ്യരുത്, അത് ശാപം കിട്ടുന്ന കാര്യമാണ്. ഇന്നും മദീനയിൽ അതിന് സമ്മതിച്ചിട്ടില്ല. അതിനേക്കാൾ വലിയ കറാമത്താണോ നമ്മുടെ നാട്ടിലുള്ളത്? നബി തങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ഒന്നുകൂടി പ്രാർത്ഥിച്ചു പടച്ചോനോട്. വലിയൊരു നേതാവല്ലേ. നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത്. മദീനത്ത് ഉറൂസില്ല, ചന്ദനക്കുടമില്ല, അപ്പവാണിപ നേർച്ചല്ല. കഴിഞ്ഞ ആഴ്ച അവിടെ പരിപാടിക്ക് പോയിരുന്നു. അപ്പവാണിപ സ്ഥലത്ത് ഇടിയങ്ങര മിഷ്കാത്തിന്റെ ഷെയ്ഖിന്റെ പള്ളിന്റെ അടുത്ത് അപ്പവാണിപം. എന്താ കഅബന്റെ അല്ല, അവിടുത്തെ ഖബറിന്റെ അടുത്ത് എന്താ പരിപാടി? അപ്പവാണിപ നേർച്ച. എന്താ? അസുഖം വന്നാൽ അസുഖമുള്ള അവയവങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കാണിക്ക വെക്കുക. കണ്ണിന് തിമിരം ബാധിച്ചവർ കണ്ണപ്പം കൊണ്ട് ചെല്ലുക, ചെവി കേൾവിക്കുറവുള്ളവൻ ചെവിയപ്പം കൊണ്ട് ചെല്ലുക. ഇതൊന്നും ഒരു സ്വഹാബത്തിനോ സാബിയങ്ങൾക്കോ ഇപ്പൊ നമ്മൾ കഴിഞ്ഞു പോയ ഒരു തലമുറക്ക് പോലും പരിചയമില്ല. അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ കറാമത്ത് പറഞ്ഞുണ്ടാക്കിയിട്ട് എന്തെല്ലാമാണ് മക്കാമുകളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എന്നിട്ട് അവിടെ ആഘോഷ കേന്ദ്രമാക്കി മാറ്റുകയാണ്. നല്ല പതാക ഉയർത്തലും അന്നദാനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ ആന വരുന്നു. എന്തിനാ? ഖബർ സിയാറത്തിന് ആന. പിന്നെ പെട്ടിവരവുണ്ട്, ഉത്സവങ്ങളുണ്ട്, ജിലേബി കച്ചവടമുണ്ട്, ബലൂൺ കച്ചവടമുണ്ട്. ഗംഭീര ആഘോഷമാണ്. ആണും പെണ്ണും നിരന്ന് നടക്കുകയാണ്. യാതൊരു ഫിത്തിനയുമില്ല, ഒരു പരാതിയുമില്ല, ഒരു മഹല്ലിലും നോട്ടീസ് വരൂല. എന്ത് ധൈര്യം! വീഡിയോസ് എടുത്ത് നോക്കി നിങ്ങൾ ഓരോ ഉറൂസുകളുടെയും കോലെന്താണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. അവിടേക്കന്നെ എത്തി. എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ മക്കാമുകളുടെ ചരിത്രം നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ട്? ഏതെങ്കിലും 5 എടുത്ത് വായിച്ചാൽ മതി, നമുക്ക് പൊളിയും. ഞാൻ 5 ഞാൻ പറയാം, ബാക്കി 5 നിങ്ങൾ പഠിച്ചു നോക്ക്. അവിടുന്ന് തുടങ്ങാം. നമുക്ക് കാസർഗോഡ് നിന്നാണല്ലോ എല്ലാ യാത്രയും തുടങ്ങണത്. അവിടുന്ന് തുടങ്ങാം. സയ്യിദ് മദനി ഉള്ളാളത്തെ സയ്യിദ് മദനിക്ക് എന്താ അത്ഭുതങ്ങളുള്ളത്? സയ്യിദ് മദനി കടലിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ടത്രേ. കടലിൽ പായിട്ടിട്ട് ഇങ്ങനെ നിസ്കരിക്കും മൂപ്പര്. അതുകൊണ്ട് ആ മക്കാമിൽ ചെന്ന് എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന വിശ്വാസമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ കറാമത്തും എന്തിനാ പഠിപ്പിക്കുന്നത്? അവിടെ ചെന്നാൽ പരിഹരിക്കപ്പെടുന്നതാണ്. അത് കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിൽ വന്നാൽ പിന്നെ കാണാൻ കഴിയുന്നത് കാഞ്ഞങ്ങാട് പരിസരത്തുണ്ടൊരു ജാറത്തിന്റെ വ്യക്തിക്ക് പേര് പോലുമില്ല. പേര് വേണ്ട, ഒരു കബർ കെട്ടി അങ്ങോട്ട് പൊക്കുക, 150 ഉറുപ്പിക്ക് ഒരു സിമെന്റ് മേടിച്ചിട്ട് കുറച്ച് മെറ്റലിടുക, പറ്റും ഒരു നല്ല പച്ച ഷാള് കൊടുന്ന് വിരിക്കുക, നല്ലൊരു പേരിടുക. ഈ ജാറത്തിന്റെ പേര്, കാഞ്ഞങ്ങാട് പള്ളിയുടെ മഖാമിന്റെ പേര് മുട്ടും തല ഔലിയാ റളിയല്ലാഹു അൻഹു. എന്താ പേര്? മുട്ടും തല ഔലിയ. എന്താ? അത് 2 അവയവാണല്ലോ. അതെ, കടലിൽ നിന്ന് കിട്ടിയത് ഒരു കാൽമുട്ട്, കടലിൽ നിന്ന് കിട്ടിയത് ഒരു തല. ഇത് 2 കൂടിയാണ് കൊണ്ടുപോയി മൂടി വെച്ചു. അങ്ങോട്ട് ജാറുണ്ടാക്കി നല്ല പെട്ടി വെച്ചു. സയാമി സെരട്ടമാരിയ. ഖബർ മക്കാമുണ്ടോ, പുറത്ത് പെട്ടിണ്ടാവും. ഇവിടെ പെട്ടിണ്ടോ, അവിടെ മക്കാമുണ്ടാവും. അതില്ലാത്തത് മുന്നോട്ട് പോകില്ല മക്കൾ. അതുകൊണ്ടാണ് പാവങ്ങൾ കുടുങ്ങിയിട്ട. പള്ളികൾ നടത്തുന്നത് മക്കാമിന്റെ പൈസ കൊണ്ട്, യതീംഖാന നടത്തുന്നത് മക്കാമിലെ ജാറത്തിന്റെ വിലക്കപ്പെട്ട പൈസ കൊണ്ട്, മദ്രസകൾ നടത്തുന്നത്, പെൺകുട്ടികളുടെ സ്ഥാപനം നടത്തുന്നത്, പലയിടങ്ങളിലും നബിതങ്ങൾ വിലക്കിയ മക്കാമുകളുടെ പൈസ കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. നല്ല വരുമാന. കാരണം എന്താ? ചെലവില്ല. നമ്മളൊക്കെ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കോളേജിൽ പഠിപ്പിച്ച് മാക്സിമം എത്ര കിട്ടുക? എന്നാല് നമ്മുടെ നാട്ടില് ബിസിനസ്സുകാർ ഒരു 1.5 കോടി കൊടുത്താൽ 3.5 കോടി ഉണ്ടാക്കാം. ഇതിന് ഒരു ചെലവില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭമാണ്. എന്താ? ഒരു സിമെന്റ് കട്ട ഉണ്ടാക്കിയിട്ട് ഒന്ന് കെട്ടിപ്പൊക്ക, നല്ലൊരാളെ പേരിടുക. അങ്ങനെ പൈസ ഉണ്ടാക്കി. അവിടെ നിന്നൊന്നും കൂടി ഇങ്ങോട്ട് പോന്നാൽ 3 പെറ്റുമ്മാന്റെ ജാറമുണ്ട്. കുട്ടികളില്ലാത്തോല് പോയി തൊട്ടിൽ കെട്ടിക്കൊടുക്കുകയാണ്. അവിടെ ചെന്നാ കുട്ടികളെ കിട്ടുന്നു. എന്താ അവരുടെ പ്രത്യേകത? 3 പെറ്റുമ്മ 3 പെറ്റിട്ടുണ്ട്. ഇവിടെ 3, 7, 9, 11 പെറ്റോലുണ്ട്. നമ്മളൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവിടെ ചോദിച്ചു നോക്കി,
അപ്പൊ ഇത് വലിയ കറാമത്ത. സാധാരണഗതിയിൽ ഒരാൾ എപ്പോഴാ തൊട്ടിൽ കെട്ടേണ്ടത്? കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിനെ കിടത്തി ഉറക്കാൻ, താരാട്ട് പാടാനാണ്. ഇസ്ലാമിൽ എവിടെയാണ് കുഞ്ഞുണ്ടാകാൻ തൊട്ടിൽ കെട്ടുന്ന പരിപാടി? ഒക്കെ ഇവിടെ കിട്ടിയതാ. കോഴിക്കോട്ടത്തെ ഉദാഹരണങ്ങൾ ഞാൻ അപ്പവാണിപ്പൊക്കെ ഞാൻ പറഞ്ഞില്ലേ. മലപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? കബറ് കിടക്കുന്ന വ്യക്തിന്റെ പേരെന്താന്നറിയൂല, സ്ഥലം ഏതാന്നറിയൂല, മുസ്ലിമാണോ എന്നറിയൂല, പക്ഷെ ഭയങ്കര കറാമത്താണ്. അതുണ്ടാവും. എന്താ? ഉരുമ്പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല. ഇതൊന്നും മുജാഹിദ് എഴുതിയ പുസ്തകത്തിലല്ല. വെളിയങ്കോട് ഉമർ ഖാദിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്തോ മുനമ്പത്ത് ബീവിന്റെ ചരിത്രം പറയുന്ന മലയാള പുസ്തകം തുറന്ന് വായിച്ചോക്ക്. ഊരുമ്പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. 2 ഡെഡ് ബോഡി വന്ന് അങ്ങോട്ട് കടക്കലൊന്നാണ്, ഒരാണിന്റെ ഒരു പെണ്ണിന്റെയും. അപ്പൊ തന്നെ മാച്ചും ആലോചിച്ചു കൂടെ, എന്തോ പ്രശ്നം. അങ്ങനെ ഈ പെണ്ണിന്റെ കബറടക്കം ചെയ്തോണ്ട് ആ കബറടക്കം നടത്തിയ SI ഇപ്പൊ ചങ്ങരംകുളത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് പോയി ചോദിച്ചോക്കെ ഈ സത്യത്തിൽ എന്താ ഉണ്ടായത്. ആ SI ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, ഇത് ആരതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അവസാനം ഞങ്ങൾ തീരുമാനിച്ചത് ഇന്ന സ്ഥലത്ത് ഇനി ഏതായാലും ആളും നാഥനൊന്നും കാണാനില്ല, അതുകൊണ്ട് കൊണ്ടുപോയി മറവ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ കറാമത്താണ്. ഊരും പേരറിയില്ല, പേരറിയൂല, സ്ഥലം അറിയൂല, ശുഹ്റത്തൊട്ടും കുറവില്ല, ഫേമസ് ഒരിക്കലും കുറയണില്ല, ഭയങ്കര പ്രസിദ്ധിയാണ്. എന്താ പ്രസിദ്ധി? വെളിയങ്കോട് ഉമർ ഖാദി, കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഇവരൊക്കെ ജനിച്ച പ്രസിദ്ധമായ നാട്ടിലാണ് ഈ ഡെഡ് ബോഡി വന്നത്, അതുകൊണ്ട് ഫേമസ് ആണ്. എന്റെ ചങ്ങായിമാരെ, കൊടുവള്ളി അങ്ങാടിയിൽ തലച്ചോറുള്ളവരോട്, ചിന്തിക്കുന്നവരോട്, ബുദ്ധിയുള്ളവരോട്, ദീനിനെ ഇഷ്ടപ്പെടുന്നവരോട് ഞാൻ ലാസ്റ്റ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാ. കൊല്ലം ജില്ലയിൽ ഓച്ചിറ എന്ന സ്ഥലത്തൊരു ജാറമുണ്ട്, മക്കാമുണ്ട്. വായിച്ചോ, നിങ്ങൾ വായിച്ചോ. ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ അങ്ങ് തള്ളി സൈഡാക്ക്. നിങ്ങൾ സ്വയം ഒന്ന് പഠിക്കുക. ഇത്രയും ഫോണിൽ നെറ്റ് കയറ്റിയിട്ട് എന്തൊക്കെ വിവരങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒന്ന് പഠിക്കുക. കൊല്ലം ജില്ലയിലെ ഓച്ചിറ ഉപ്പൂപ്പാന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? മാതൃഭൂമി പത്രത്തിൽ വന്നു, ഓച്ചിറ ദാമോദരൻ യാത്രയായി. ദാമോദരൻ അതാരെ പേരാ? നോൺ മുസ്ലിംസിന്റെ പേരാ. അടുത്ത ആഴ്ച മാതൃഭൂമിയിൽ വന്നു, ഓച്ചിറയിലെ കുപ്പസ്വാമി ചരിത്രമായി. അവിടുത്തെ കുപ്പത്തൊട്ടിയിൽ കടന്നിരുന്ന അച്ചാറൊക്കെ തോണ്ടി തിന്നുന്നൊരു മാനസിക രോഗിയായിരുന്നു. ആ സാധുവിനെ നമ്മൾ കുറ്റം പറയരുത്. ആ സാധു പാവാണ്, മാനസിക രോഗാണ്. ഈ മനുഷ്യൻ മരിച്ച് കബറടക്കം കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ, കേരള യാത്രക്കാരെ ധൈര്യമുണ്ടോ ഓച്ചിറയിൽ ചെന്നിട്ട് ഞങ്ങൾക്കിതുമായി ബന്ധമില്ല എന്നൊന്ന് പറയാൻ? ഉദ്ഘാടനം ചെയ്ത ആള് ഇപ്പോഴും ഷെയ്ഖുന ജീവിച്ചിരിപ്പുണ്ട്. വലിയ ആൾ തന്നെയാണ്. മരിക്കണതിന്റെ മുമ്പെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോകും പ്ലീസ്, അത് ഇങ്ങനെ സംഭവിച്ചു പോയതാണ്, അത് പറ്റിപ്പോയതാണ്, ഒന്ന് മാപ്പാക്കണമെന്ന് അള്ളാഹാന്റെ കോടതിനെ പേടിച്ചിട്ടെങ്കിലും ഒന്ന് പറയും. നാട്ടുകാരെ പേടില്ല, രാജകീയ പ്രൗഢിയിലല്ലേ. അള്ളാഹാനെ പേടിച്ചിട്ടെങ്കിലും ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്, അത് ദാമോദരനാണ് ആള്. പറയൂല, പറഞ്ഞാ മുട്ടിപ്പോവും. അവസാനം പിന്നീട് ഇത് മുന്നോട്ട് പോകാൻ മൂപ്പരുടെ വക ഉദ്ഘാടനം ചെയ്ത് മിനുസപ്പെടുത്തിയിട്ട് പേരുമാറ്റി ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇപ്പോഴുണ്ട്. 2026 ജനുവരിയിൽ ഞാൻ ഇന്ന് സംസാരിക്കുമ്പോഴും ആ സാധനം അവിടെ കിടക്കുന്നുണ്ട്. ഓച്ചിറ ഉപ്പൂപ്പ എന്ന് പേരങ്ങോട്ട് മാറ്റിയിട്ട് പച്ചപ്പട്ടങ്ങോട്ട് വിരിച്ചിട്ട് അവിടെ അങ്ങോട്ട് ഉത്സവം ഉറൂസും തുടങ്ങി, മക്കാമ സിയാർത്ത് തുടങ്ങി. പിന്നെ ആരാ ഇനി 10 കൊല്ലം കഴിഞ്ഞ് എന്താ പറയാ? എൻ്റെ വാപ്പ പോയിരുന്ന സ്ഥലമാണ്, എൻ്റെ ഉമ്മ അവിടെ പോയിട്ടാണ് മക്കളെ കിട്ടിയത്, എൻ്റെ പെങ്ങളെ കല്യാണം ശരിയായത് അവിടെ പോയിട്ടാണ്. കറാമത്തായില്ലേ? ആരതൊക്കെ ചിന്തിക്കണത്? ആരതിൻ്റെ പിന്നാലെ നടക്കുന്നത്? ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന CM മടവൂരുമായി ബന്ധപ്പെട്ട ചരിത്രം എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയോ? ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മളാരും എഴുതിയതല്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, വേറൊരുപാട് പണിയുണ്ട്. CM മടവൂരിനെ പറ്റി അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്. CM സ്മരണിക വായിച്ചോ, മേടിച്ചോളൂ, മുതലാകും, പൈസ മുതലാകും. CM സ്മരണിക എന്ന പുസ്തകത്തിൽ ആരാണ് ഇദ്ദേഹം എന്ന് പഠിപ്പിക്കുകയാണ്. അവിടെ പോണോരും ചിന്തിക്കണോരൊക്കെ ആലോചിച്ച് ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന 35 കൊല്ലം മുമ്പ് മരണപ്പെട്ട ആളെ കുറിച്ച് എഴുതാണ്. അദ്ദേഹം നമസ്കരിക്കാറില്ലായിരുന്നു. 1 ഫസ്റ്റത്തെ പോയിട്ടോ. 2 നോമ്പെടുക്കാറില്ലായിരുന്നു. 3 സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, പുരുഷനല്ലേ. 4 തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. 5
നോമ്പുള്ള മനുഷ്യരെ കൊണ്ടുവന്നിട്ട് ഭക്ഷണം തീറ്റിപ്പിക്കാറുണ്ടായിരുന്നു. 6 ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയാൽ പൈസ ചോദിക്കും. പൈസ കൊടുക്കാൻ മടിക്കുമ്പോ ഹോട്ടലുകാരന്റെ ഹോട്ടൽ തീ വെച്ച് നശിപ്പിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പകരാസിന് സ്വപ്നം കണ്ട കറാമത്തേക്കും, മൂപ്പര് ഉറങ്ങിയ കറാമത്തേക്കും ബേജാറാണ് ഇപ്പോ. അങ്ങോട്ട് പറഞ്ഞ് പൊക്കിയിട്ട് ഞങ്ങളെ ഹാലിക്കുമ്പോ CM മടവൂരിന്റെ മൗലിദ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി 10 കൊല്ലം ആൾക്കാർ പറയാം ഇതൊക്കെ ഞങ്ങളെ പണ്ട് കാലത്തെ വാപ്പാറുണ്ടാക്കി ഓരൊക്കെ ചെല്ലുന്ന മൗലിദാണ്. CM മടവൂരിന്റെ മൗലിദ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ. ഇനിയിപ്പോ അത് 10-20 കൊല്ലം കഴിയുമ്പോ എന്തായി? നാട്ടിൽ ചാലായി. അപ്പൊ ആൾക്കാരെന്താ പറയാ? അതൊക്കെ ഞങ്ങളെ വാപ്പിയും വാപ്പക്കാരനന്മാരും മഹല്ലുകാരൊക്കെ അന്ന് ഉസ്താദ്മാരൊക്കെ ഉണ്ടാക്കിയതാണ്. പ്രിയപ്പെട്ടവരെ, ഖബർ എന്ന് പറയുന്നത് ചിന്തിക്കാൻ, ഖബർ പരലോകം ഓർക്കാൻ, മരണം ചിന്തിക്കാൻ വേണ്ടിയാണല്ലോ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കച്ചവടമാണ്, ചൂഷണമാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ? സാധുക്കളെ പറയാൻ പറ്റൂല, നാട്ടുകാരെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അള്ളാന്റെ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, നമ്മളോടുള്ള ഉപദേശം. സാധാരണക്കാര് ശ്രദ്ധിച്ചോളി. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. എന്താ ഓല പണി? ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരായിരിക്കും. ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ഓടി വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുടി, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു സാധനം ബോംബെയിലെ ജാലിയൻ വാല, ആ നസീർ അസ്ഹരി എന്ന് പറയുന്ന മനുഷ്യൻ അതിന്റെ പിന്നാലെ പോയിട്ട് ഹാളിൽ പോയിട്ട് അത് സൂക്ഷിക്കുന്ന റൂമിൽ പോയി കണ്ടുവന്ന മനുഷ്യനാണ് അദ്ദേഹം. ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ കൂടല്ല. ഈ മുടി നബിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഇപ്പൊ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ബോംബെയിൽ പോയിട്ട് ആ റൂം കയറി ചെന്ന ചരിത്രം വായിക്കുന്നത്. ഈ മുടി കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യന്റെ കൈ കിട്ടിയിട്ട് പറഞ്ഞു, ഇത് നബിന്റെ മുടിയാണ്. ശരി, ഇനി എന്താ വേണ്ട? ഇതിട്ട വെള്ളം ഞാൻ തരും. അതിന് എന്തപ്പോ വേണ്ട? ഫ്രീ ആയിട്ട് കിട്ടും. അവിടെ സംസൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഏറ്റവും പോരിശുള്ള വെള്ളം അതാണ്, ഫ്രീ ആയിട്ട് കിട്ടൂല. ഇത് നബിന്റെ മുടിയാ, അത് എനിക്കാണ് കിട്ടിയുള്ളത്. ഞാനത് തരണമെങ്കിൽ 25,000 രൂപ എനിക്ക് തരണം ഒരു കുപ്പി വെള്ളത്തിന്. നിഷേധിക്കാൻ കഴിയുമെങ്കിൽ പറയും, ഇങ്ങനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പറയും. ഇപ്പൊ അതിന്റെ ലിങ്ക് തരാം. അത് കഴിഞ്ഞപ്പോ മറ്റേ ആൾക്കാർ വന്നിട്ട് മൂപ്പർ ഇതൊക്കെ പാടുണ്ടാക്കിയാലും മൂപ്പരാണ് കൊണ്ടുപോകില്ല ഫുള്ള്. അപ്പൊ നമ്മൾ ചില അത് ഒറിജിനൽ അല്ല, അത് സനദില്ലാത്തതാണ്, അത് പല പ്രശ്നമുള്ളതാണ്. സനദുള്ള മുടി ഞങ്ങളെടുത്തുണ്ട്. ഒരാൾ അങ്ങോട്ട് യാത്ര, അവിടുന്ന് ഒരു ടീം ഇങ്ങോട്ട് യാത്ര, മോശാക്കണ്ട. അപ്പൊ മറ്റൊരു ഞങ്ങളെടുത്ത് സനദുള്ള മുടി ഉണ്ട്, ഞങ്ങളും ഫ്രീ ആയിട്ട് തരൂല. ഇത് ലുലു നെസ്റ്റോം തമ്മിൽ കളിക്കണ മാതിരിയാ. അപ്പൊ ഞങ്ങൾ തരണമെങ്കിൽ ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്, ഞങ്ങൾക്ക് 10,000 തന്നാ മതി. എന്നാലും കിട്ടുന്നിടത്തോളം പോറ്റെ, ഇത് മോശമാവരുത്, കച്ചവടം നിൽക്കരുത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നബി അവിടുന്ന് ഇതാക്കിയ ചെരുപ്പുമെന്ന് കിട്ടിയ മുടിണ്ട്. ഈ മുടി ഇങ്ങോട്ട് പിന്നെ പൊടി, അടച്ച റബ്ബ കിട്ടുന്ന പൊടി വെക്കുക. നബിന്റെ കാലത്തിന്റെ അവിടുന്ന് ഇവിടുന്ന് സൂക്ഷിച്ച പൊടിണ്ട്. നബി ചവിട്ടിയ കാൽപാദണ്ട്. എന്തൊക്കെയാണ് കച്ചവടക്കി കൊണ്ടിരിക്കുന്നത്? അള്ളാന്റെ ഖുർആൻ നമ്മളോട് പറയണം, ഇങ്ങനെ ടീമുകൾ പലതും വരും. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം ആളുകളുണ്ട്. ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നുകൊണ്ടിരിക്കും. ലേലം വിളിയൊക്കെ ഒന്ന് പോയോക്കണ്ടി. ആ മുനീർ ബാക്കവി പറഞ്ഞ മനുഷ്യൻ, ഞാൻ പേരൊക്കെ പറയുന്നത് സാധുക്കൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ആ വ്യക്തികളെ നമ്മൾ ആക്ഷേപിക്കില്ല, വ്യക്തികളെ കുറ്റം പറയുന്നില്ല, പഠിക്കാൻ വേണ്ടി പേര് പറയണത്. മുനീർ ബാക്കവിന്റെ ഒക്കെ പ്രസംഗം കേട്ടോക്കെ മൂപ്പര് ലേലം വിളിന്റെ മാസ്റ്റർ പീസാ. ഒരിക്കൽ മൂപ്പര് ഒരു ആപ്പിളോണ്ടാ വന്നത്, എന്തിനൊക്കെ കിട്ടും മൂപ്പര്. അപ്പൊ ആപ്പിൾ വന്നിട്ട് തങ്ങളെ കൊണ്ടൊന്നും ഊതിപ്പിച്ചു. തങ്ങളെ കൊണ്ട് ഊതിക്കൊണ്ടതിന് ശേഷം അതുവരെ ആ കിലോക്ക് 150 ഉറുപ്പ്യെന്ന് വില. ആപ്പിൾ കച്ചവടക്കാർ വില എന്തെങ്കിലും പയച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ എന്തായിരുന്നാലും അന്നത്തെ വില അനുസരിച്ച് മൂപ്പര് കൊണ്ടുവന്നിട്ട് തങ്ങൾക്ക് ഊതാൻ കൊടുത്തു. തങ്ങളുടെ ഊതി ഉണ്ട് എന്നപ്പോ പറഞ്ഞു, ഇതാ ആപ്പിൾ, ഇതാ ഞങ്ങൾ ഊതിയ ആപ്പിളാണ്, ഒരെണ്ണത്തിന് 111 ഉറുപ്പ്യ കൊടുക്കുക. പിന്നെ ഒന്നും ആലോചിക്കാലോ, ആൾക്കാർ തല്ലൂട. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞേക്ക് മൂപ്പരിങ്ങനെ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഇതിൻ്റെ അടുത്ത് വേറെയും പല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു തേനുണ്ട്, ആകെ 150 ഉറുപ്പ്യൻ്റെ തേനാണ്, ചെറിയ കുപ്പി.
ഇത് കുടിച്ചാണ്ടല്ലോ, ഒരു ടീസ്പൂൺ കുടിച്ച ബുദ്ധി ഇല്ലാത്തവർക്കൊക്കെ ബുദ്ധി വെക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഒരു കുപ്പിക്ക് 555 ഉറുപ്പ്യ. പിന്നെ നമ്പർ കണ്ടപ്പോൾ നമ്മളെ കൗമ വേഗം വീണു. അല്ലെങ്കിൽ 313 പറഞ്ഞാൽ എന്തായാലും വെക്കും. അപ്പൊ മൂപ്പര് വേഗം 555 ഉറുപ്പ്യാണ് പറഞ്ഞേക്ക്. കുറെ ആൾക്കാർ ഇത് മേടിക്കാൻ കയ്യിൽ നിന്ന് പൊക്കിട്ടോ, ഞങ്ങൾ റെഡി. ഞാൻ പറഞ്ഞു, ബുദ്ധി ഉണ്ടാവാനുള്ള തേനാണെങ്കിൽ ലേശം മൂപ്പർക്ക് ഫ്രീ ആയിട്ടൊന്ന് കൊടുക്കുണ്ടു എന്നൊരു വസിയത്ത് ഉപദേശം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ലേശം മൂപ്പർക്ക് കൊടുക്കുണ്ടു. ഇങ്ങനെ ഈ സാധുക്കൾ ഇത്രക്ക് പറ്റിക്കണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു പുതിയൊരു കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകളൊന്ന് ചിന്തിച്ചു നോക്കി. ചിലതൊക്കെ വായിക്കുമ്പോൾ, ചിലതൊക്കെ കാണുമ്പോൾ പടച്ചറബ് ഈ ഉമ്മത്തിനെ എവിടേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുന്നൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് പ്രോഗ്രാമുകൾ, മീറ്റിങ്ങുകളൊക്കെ പലപ്പോഴും നടക്കുക. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ മണ്ണാർക്കാട് എത്തുന്നതിന് ഒരു 10 കിലോമീറ്റർ മുമ്പ് നാട്ടുകൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പേരിൻ്റെ സ്ഥലം പോലെ തന്നെ കല്ലാണ് അവിടെ ഉള്ളത്. ഒരു പള്ളിൻ്റെ മുമ്പിൽ ഒരു കല്ല് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. ഈ കല്ല് പോലിഷുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പെട്ടിയും വെച്ചിട്ടുണ്ട്. അവിടെ മക്കാമിൻ്റെ പേരൊക്കെ ചെറിയൊരു കബറപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരെ കബറായിരുന്നെന്ന് ഞങ്ങൾക്കറിയില്ല, ഇവിടെ കല്ല് കാണാനുണ്ട്. ആയിക്കോട്ടെ. ഈ കല്ല് കെട്ടിപ്പൊക്കി ഉയർത്തി ഗ്ലാസിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ മേർച്ചപ്പെട്ടിയൊക്കെ വെച്ചിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർ പൈസ രാത്രി 12 മണിക്കൊക്കെ ടൂറിസ്റ്റ് ബസ്സിൽ ദർശന കുട്ടികളൊക്കെ പാടെ കൊന്നിട്ട് ഈ കല്ലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പൈസ കൊടുക്കുക. നമ്മൾ എന്ത് വിശ്വാസമാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്, മദ്രസയിൽ നിന്ന് നമ്മൾ എന്താണോ ശരിക്ക് കൊടുക്കുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ നാട്ടിൽ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വെള്ളിയാഴ്ചയിൽ ഇവിടെ ഏതെങ്കിലും ഖത്തീബുമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പള്ളിയിലത്തെ ഖത്തീബിനോട് ചോദിക്കുക, അവിടെ ഓതുന്ന നബാത്തിയുടെ ഖുത്ബയുടെ പേജ് ഒന്ന് തുറക്കാൻ പറയാം. അതിൽ റബീഉൽ അവ്വലിലെ ഖുത്ബകൾ ഇങ്ങനെ വായിച്ചു നോക്ക്. ഫസ്റ്റത്തെ ഹെഡിങ് കാണാം, വഫാത്തുൻ നബി. റബീഉൽ അവ്വലിലെ അറബിയിലെ ഖുത്ബയാണ് ഞാൻ പറയുന്നത്. വഫാത്തുൻ നബി, പ്രവാചകന്റെ മരണം എന്നാണ് ഹെഡിങ്. അവസാനത്തെ ഖുത്ബയിൽ കാണാം, മദീന കരയുന്ന ദിവസം. അറബിയിലെ ഖുത്ബന്റെ ഹെഡിങ് ആണ്. അത് പറഞ്ഞ വ്യക്തിക്ക് താഴെ ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റാലി ഉണ്ടല്ലോ, അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ നാട്ടിൽ നിന്ന് പോണോ, കടം വീടണോ, വീട് കയറണോ, അത് ആഘോഷിച്ചല്ലാതെ റമദാനിൽ പൈസ കിട്ടിയില്ലെങ്കിലും റബീഉൽ അവ്വൽ പ്ലാൻ ചെയ്ത കടം വീട്ടിയിട്ടാണ് മുന്നോട്ട് പോണത്. അതുകൊണ്ടാണ് ഇതിനെ ശക്തമായി സംവാദത്തിന് വരെ വന്നിട്ട് ചോദിക്കാൻ ചോദ്യം പോലും ഇല്ലാതെ ആകെ മനം മടുത്ത് ചോദിച്ചതിന് മൊത്തം KM മൗലവി എന്നല്ലാതെ ഏതെങ്കിലും റസൂലുള്ള പറഞ്ഞോ, ഇന്ന ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, കിട്ടാഞ്ഞിട്ട് അവസാനം ഇബ്നു തൈമിയ കുറെ പറഞ്ഞു നോക്കി, ഒരു മറുപടി കയ്യിലില്ല. ധൈര്യമുണ്ടെങ്കിൽ എല്ലാ മഹല്ലുകളിലും അവസാനം നടന്ന നബിദിന വിഷയത്തിൽ നടന്ന സംവാദം LCD ഇട്ട് പ്രദർശിപ്പിക്കാൻ ധൈര്യമുണ്ടോ? ഒന്നും കട്ടാക്കാതെ എല്ലാ മഹല്ലിലും അവസാനം നടന്ന നബിദിന സംവാദത്തിന്റെ ക്ലിപ്പുകൾ, വീഡിയോ ഒന്ന് പ്രദർശിപ്പിക്കാൻ ധൈര്യമുണ്ടോ? നമ്മൾ വെറുതെ ചോദിക്കാം, ആരെങ്കിലും വരും നോക്കുക, എങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഞങ്ങൾ ധൈര്യമാണ്. ഏത് നാട്ടിലും എവിടെയും ഞങ്ങളുടെ സംവാദത്തിന്റെ ഫുൾ വീഡിയോ ഇട്ടുതരാം. ദീൻ എന്ന് പറയുന്നത് ഒരു അടിത്തറയിൽ ജീവിക്കുന്ന വ്യക്തികൾക്കുള്ളത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം എന്ന ഈ മതം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാ കാര്യങ്ങളും, മതവിധികളെല്ലാം പൂർണ്ണമാണ്, അതിലേക്ക് ചേർക്കാനില്ല. ഇസ്ലാമാകുന്ന ദീനിനെ നിങ്ങൾക്കിതാ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. സ്വാഭാവികമായും മനുഷ്യൻ എന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പടച്ച റബ്ബിന്റെ ഒരു നിയമമുണ്ട്, അവിടെ നിന്ന് അല്ലാഹുവിലേക്ക് അത് മടക്കണം. പടച്ച റബ്ബ് പറഞ്ഞ പരിഹാരങ്ങളുണ്ട്, അതിലേക്ക് പോകണം. തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കരുത്. അതാണല്ലോ അമ്പിയാക്കന്മാരുടെ ജീവിതത്തിൽ വല്ലാത്ത ദുരിതങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നു. ആത്മഹത്യ പരിഹാരമല്ല, കൊലപാതകങ്ങൾ പരിഹാരമല്ല. പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ കാലത്തിനെയും പടച്ചവനെയും കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കൽ പരിഹാരമല്ല. ദീന് വിട്ട് ഇറങ്ങിയോടൽ പരിഹാരമല്ല. ദീൻ വേണ്ടെന്ന് പറഞ്ഞ് മതനിരാസങ്ങളുടെ പിന്നാലെ കൂട്ടുപിടിച്ച് ഇറങ്ങിപ്പോകുന്നവർ നാശത്തിന്റെ
വക്താക്കളാണ്. യാതൊരു ചട്ടക്കൂടുമില്ലാതെ ദീനുമില്ലാതെ അവർ ഉറഞ്ഞു തുള്ളുകയാണ്. ഒന്നും പറയാൻ അവർക്കില്ല. നമ്മൾ പറയുന്നു പരിഹാരം ഇവിടെയുണ്ട്. നിനക്കെന്താ പ്രശ്നം? മക്കളില്ലാതെ വിഷമിക്കാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ് പ്രാർത്ഥിച്ച വാക്കുണ്ട്, റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ. പടച്ചോനെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ. പ്രാർത്ഥിക്ക പടച്ചോനോട്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതുപോലെ എല്ലാം പഠിപ്പിച്ചു. സക്കരിയ നബി മക്കളില്ലാതെ വിഷമിച്ചു. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ഓരോ ദമ്പതിമാരുടെയും ജീവിതത്തിലെ വേദനകൾ എത്രയാണ്. അള്ളാഹു അത്തരം പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകുമാറാകട്ടെ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ ത്വയ്യിബതായ നല്ല വിശിഷ്ടമായ ഗുണങ്ങളുള്ള സന്താനങ്ങളെ തരണേ. വാർദ്ധക്യത്തിൽ ജരാനര ബാധിച്ച് എല്ലുകൾ ക്ഷയിച്ച പ്രായത്തിലാണ് പടച്ചോനെ കുട്ടികളെ തരണേ. ഇലാ ഹദറത്തി നൂഹ് നബി എന്നില്ല, ഇന്നാളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്നില്ല. അല്ലാഹുവേ റബ്ബേ പടച്ചോനെ എന്നാണ് അവർ തവക്കുലാക്കുന്നത്. ആരോടാ നമ്മൾ തവക്കുലാക്കേണ്ടത്? വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്. ഒരിക്കലും മരണമില്ലാത്ത പടച്ചോനെ തവക്കുലാക്കണം. മരിച്ചു പോകുന്നവരെ തവക്കുലാക്കണ്ട. അവർക്ക് അവരുടെ കാര്യം തന്നെ ശരിപ്പെടുത്താൻ കഴിയൂല. രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണോ? പരിഹാരമല്ല, ചരട് പരിഹാരമല്ല. ആരെങ്കിലും തുപ്പിയ വെള്ളത്തിന്റെ പിന്നാലെ ഓടണ്ട. അള്ളാന്റെ ഖുർആൻ അയ്യൂബ് നബിന്റെ ചരിത്രം ഇതാ സൂറത്തുകളിലൂടെ, സൂറത്ത് മറിയം ഒന്ന് വായിച്ചോ, മറ്റു പല അധ്യായത്തിലും കൊടുത്തിട്ടുണ്ട്. രോഗത്തിന്റെ തീക്ഷ്ണത 18 കൊല്ലം ശരീരമാസകലം മുറിയും ചീഞ്ചലങ്ങളുമായ ഒരു കാലഘട്ടം കടന്നുപോയി. നമുക്കൊരു 10 ദിവസം അസുഖം വന്ന എന്തൊക്കെ അവസ്ഥ? അസുഖം ബാധിച്ച് രോഗം ബാധിച്ച് 18 കൊല്ലക്കാലം കടന്നു പോകുമ്പോൾ വിഷമത്തോടെ അയ്യൂബ് നബി അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു മഖാമിന്റെ ദർഗയുടെ വാതിൽ മുട്ടിയോ, ഏതെങ്കിലും ഒരു നബിയുടെ ജാറത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബിയുടെ ഖബറിലേക്ക് തേടിപ്പോയ ചരിത്രമുണ്ടോ? അയ്യൂബ് നബി തന്റെ വീട്ടിനകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ റബ്ബിനോട്, അയ്യൂബ ഇദ് നാദാ റബ്ബ അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. പടച്ചോനെ ഞാൻ വല്ലാത്തൊരു വിപത്തിലാണ്, എനിക്ക് വല്ലാത്ത ദുരിതമാണ് റബ്ബേ, എന്നോട് കരുണ കാണിക്ക്, നീ അർഹമുർ റാഹിമീനാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ടും ആശുപത്രിയിൽ പോകുന്നുണ്ടല്ലോ, ഡോക്ടർക്ക് പോകുന്നുണ്ടല്ലോ, അതൊക്കെ അതിന് നിശ്ചയിക്കപ്പെട്ട അല്ലാഹു തആല പഠിപ്പിച്ച ചികിത്സാ മാർഗങ്ങൾ ഒരാൾ ചെയ്യണം. അതും ഹദീസിൽ പഠിപ്പിച്ചു, നിങ്ങൾ ചികിത്സിക്കണം. നിങ്ങൾ ചികിത്സിക്കണം. എന്നിട്ടോ അതിന്റെ പരിഹാരം പടച്ച റബ്ബിലേക്ക് വെക്കുക. മക്കളെ കാണാതിരുന്ന മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ പ്രയാസം വന്നു. ഏലസോ ചെറടോ കിട്ടിയില്ല, ഐക്കല്ലും മുറൂസുകളുമല്ല പരിഹാരം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കുട്ടി യൂസുഫിനെ കാണാത്ത 30 കൊല്ലക്കാലം കരഞ്ഞ് കണ്ണിന്റെ നിറം മാറിയ യാക്കൂബ് നബി ഇനി എന്താ പരിഹാരം? ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നീ ഇലല്ലാഹ്. എൻ്റെ അപലാതി, എൻ്റെ വേവലാതി, എൻ്റെ സങ്കടങ്ങൾ അല്ലാഹുവിലേക്ക് നീട്ടുകയാണ്. കരഞ്ഞിട്ട് കണ്ണിന്റെ നിറം മാറി. ഇവിടെ 1000 വട്ടം മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാടിനെ പറ്റി അബദ്ധം എന്താന്ന്. ഇത് പഠിപ്പിച്ച പറയും ഉത്തമവാദിയായി പഴച്ചോനാണ്, അവർക്ക് നബില്ല, സ്വലാത്തില്ല, ദിക്റില്ല, ഔലിയല്ല. ഡ്യൂപ്ലിക്കേറ്റ് ആയത് മൊത്തം കൈ പിടിച്ചിട്ട് പറയാണ് ഇവർക്കൊന്നും ഇല്ല എന്ന് പറയാ. അവസാനിച്ചില്ല. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ മത്സ്യത്തിന്റെ വായ്ക്കകത്ത്, ഇരുട്ടിനകത്ത്, കടലിൽ പെട്ടുപോയ, രാത്രിയിൽ പെട്ടുപോയ ഒരു യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്ക്. കടലിനകത്ത് രാത്രിയിൽ ഇരുട്ടത്തങ്ങ് കൂടിയപ്പോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഖുർആൻ പഠിപ്പിച്ച സകല പ്രാർത്ഥനയും പടച്ചോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബദറിൽപ്പെട്ട പ്രിയപ്പെട്ടവരായ സ്വഹാബത്തും ബദർ യുദ്ധത്തിന് പുറപ്പെട്ട് ആ റമദാൻ 17-ന്റെ അന്ന് നമ്മുടെ നാട്ടിൽ നല്ല ചെമ്പിൽ വിരട്ടിയ ചോറ് കൊടുക്കുകയാണ്. അതിനുവേണ്ടി കീസിട്ട് നടക്കുകയാണ്. പള്ളികളിൽ ബദരീങ്ങളെ ബറക്കത്തിനാൽ തുണയാക്കണം ഞാൻ റബ്ബന. ബദരീങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്ന ബദരീങ്ങളുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂറ്റം പോത്തുകളെ അറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്ക്. പട്ടിണി കിടന്ന് റമദാൻ 17-ന്റെ അന്ന് ആ പോരിശ
പരീക്ഷയാക്കപ്പെട്ട ആ സ്വഹാബത്ത് യുദ്ധഭൂമിയിൽ പിടയുകയാണ്. ഇവിടെ നന്നായി തിന്ന് രസിക്കുകയാണ്. പോട്ടെ, ആ ബദറിൽ പങ്കെടുത്ത ആളുകൾ ആരോടാണ് വിഷമത്തോടെ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, സൂറത്തുൽ അൻഫാൽ വായിച്ചോ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ബദറിന്റെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ, അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, ആയിരക്കണക്കിന് മലായികത്തുകളെ ഇറക്കി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ബദരീങ്ങൾ അള്ളാനോട് ഇസ്തിഗാസ തേടി, നാട്ടുകാര് ബദരീങ്ങളോട് ഇസ്തിഗാസ തേടുന്നു. എന്തൊരവസ്ഥയൊക്കെ പോണത്! ഔലിയാക്കന്മാരിൽ ചരിത്രം പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതാറുന്ന സൂറത്തല്ലേ? ഇതിലിങ്ങനെ പറയുന്നുണ്ട്, ആ അസ്ഹാബുൽ കഹ്ഫ് 309 കൊല്ലം ഗുഹന്റെ ഉള്ളിൽ അവരെ കിടത്തി ഉറക്കി. 309 കൊല്ലം കറാമത്താണത്. ഖുർആനിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടതിന്റെ വാതിൽ തുറക്കാൻ പറ്റാതെ കല്ലുകൾ വന്നടഞ്ഞപ്പോ അവരെന്താ പ്രാർത്ഥിച്ചത്? ഏത് നബിനോടാ പ്രാർത്ഥിച്ചത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളുടെ കാര്യങ്ങൾ റബ്ബേ എളുപ്പാക്കി തരണേ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരണേ എന്ന് അള്ളാനോടാണ് ഔലിയാക്കൾ പ്രാർത്ഥിച്ചത്. നമ്മുടെ ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മുഴുവൻ പ്രാർത്ഥന ആരോടാ? പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ്. പിന്നെയോ അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതി, ഇന്ന ആളുടെ ഹക്ക് ജാഹ് ബർക്കത്തുണ്ടോ? ഇല്ല. അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതി. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അതുപോലെ സ്വലാത്തൊക്കെ ചൊല്ലി. പിന്നെന്താ പറയാ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഹദീസിലുണ്ട്. അല്ലാഹു അല്ലാത്തവരോട് ഒരു വാക്കില്ല. അത് കഴിഞ്ഞാൽ ഒരു രോഗിനെ സന്ദർശിക്കാൻ പോയാലോ, രോഗിന്റെ ശരീരത്തിൽ കൈ വെച്ചുകൊണ്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ ഒക്കെ പ്രാർത്ഥിക്കണം. മരിച്ച മയ്യത്തിന്റെ അടുത്ത് അങ്ങ് ചൊല്ലുമ്പോൾ കണ്ടിങ്ങനെ നോക്കിപ്പോരുന്നതിന് പകരമായി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നെങ്കിലും പറയാൻ പറ്റുന്ന അവസ്ഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അബൂ സലമക്ക് വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിച്ച വാക്തങ്ങൾ നമ്മൾ പഠിക്കുക. ഒക്കെ അല്ലാഹുവിനോടാണ്. എല്ലാ ദുആകളും പഠിപ്പിച്ചെന്ന് മാത്രമല്ല, ഖുർആൻ നബിനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. കേൾക്കണം നിങ്ങൾ, നബിയെ പറയണം, പ്രഖ്യാപിക്കണം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോട് ഒരിക്കലും പങ്കു ചേർക്കൂല. ഞാൻ അല്ലാഹുവോടേ പ്രാർത്ഥിക്കുള്ളൂ. അതുകൊണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ വിശ്വാസമാണ്, പ്രവാചകനെ ശരിയാവണ്ണം പിൻപറ്റലാണ്. അള്ളാഹിന്റെ ദീനിനകത്ത് നമ്മളെ പഠിപ്പിച്ച ഏത് തത്വങ്ങളും, വിവാഹ രംഗത്തുള്ള തോന്നിവാസങ്ങൾ, പേക്കൂത്തുകൾ, ദീന് പഠിപ്പിക്കാത്തത് നടക്കുമ്പോൾ കൊടുവള്ളിക്കാരെ നമ്മൾ അഭിമാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത്. ഇസ്ലാം വിലക്കിയത് അവിടെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും വക്താക്കളാവരുത്. സഹോദരിമാർ, പെൺമക്കൾ അവരുടെ വേഷവിധാനത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ആ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് മറക്കേണ്ടത് മറക്കുന്നവർ ാവുക. ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടവരാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. കച്ചവടം നമുക്ക് ഹലാലാക്കിയിട്ടുണ്ട്, പലിശ നമുക്ക് ഹറാമാണ്. പലിശക്കാരായി മാറരുത്. നമ്മൾ ഒരിക്കലും ചൂതാട്ടത്തിന്റെ ലോട്ടറിയുടെ സംസ്കാരക്കാരായി മാറരുത്. ഹംറും മൈസിറും ചൂതാട്ടവും മദ്യവും പിശാചിന്റെ പ്രവണതകളാണ്. ഇന്നടിക്കും നാളെ അടിക്കുമെന്ന് വിചാരിച്ച് ആ ചൂതാട്ടത്തിന്റെ ലോട്ടറിയുടെ സംസ്കാരം നെഞ്ചിലേറ്റുന്നവരാകരുത്. കച്ചവടം ഹലാലാക്കുമ്പോഴും വിലക്കപ്പെട്ട സാധനങ്ങൾ ഒന്നും നമ്മൾ വിൽക്കാൻ പാടില്ല. ഹലാലല്ലാത്ത ലഹരിയാകുന്ന സാധനങ്ങൾ നമ്മുടെ കടകളിൽ ഉൽപാദനങ്ങൾ ഉണ്ടാവരുത്. അത് വിൽക്കുന്നവരായി മാറരുത്. 18 കഴിഞ്ഞാലും മുകളിലാണെങ്കിലും സിഗരറ്റ് വലിക്കാരെ, ഈ അങ്ങാടിയിലെ, കൊടുവള്ളിയിലെ അങ്ങാടിയിലെ പ്രിയപ്പെട്ട മനുഷ്യരെ, ഞാൻ ഈ സംസാരം അവസാനിക്കുമ്പോൾ ഒരൊറ്റ ഉപദേശത്തോടെ പറയട്ടെ. നമ്മുടെ സിഗരറ്റ്, പുകവലി എന്നത് എത്ര മാരകമായി നമ്മളെ സ്വാധീനിക്കുന്നു. നമ്മുടെ പണം കൊണ്ട് ചെലവാകുകയാണ്, നമ്മുടെ ചുണ്ട് നശിക്കുകയാണ്, ശരീരത്തിന്റെ അവയവങ്ങൾ ഓരോ
ഓരോന്നോരോന്ന് ഇഞ്ചിഞ്ചായി പൊടിക്കുകയാണ്. അത് കേവലം ഒരു പുകയല്ല, നിക്കോട്ടിൻ ചേർന്ന വസ്തുവാണ്. നിഷേധിക്കാൻ പറ്റുമോ? പതുക്കെ പതുക്കെ മാരകമായ ഒരവസ്ഥയിലേക്ക് എത്താണ്. മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്കി, ഇടക്കിടക്ക് പല രോഗികളുടെയും കൂടെ വരാറുണ്ട്. ശ്വാസകോശ സംബന്ധമായ ക്യാൻസറിന്റെ ഒന്നാമത്തെ കാരണം എഴുതി വെച്ചിട്ടുണ്ട്, പുകവലിയാണ്. അത് വലിക്കുന്നവൻ ആത്മഹത്യ ചെയ്യുന്നവനെ പോലെ അറിഞ്ഞിട്ട് തന്നെ അത് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തൻ്റെ ഭർത്താവ് എന്ന നിലക്ക് തൻ്റെ ഭാര്യനെ ഒന്ന് ഒരു ശാരീരികമായ ഒരു ചുംബനത്തിന് പോലും നമുക്ക് പറ്റുമോ? ആ ദുർഗന്ധം കൊണ്ട് നമ്മുടെ പേരമക്കളെ ഒന്ന് ചുംബിക്കാനാ ചുണ്ടുകൊണ്ട് പറ്റുമോ? അത് വിൽക്കുന്ന കച്ചവടക്കാരാ അത് ക്യാൻസറിന് കാരണമാണെന്ന് എഴുതി വെച്ചിട്ട് നമ്മുടെ കടയിൽ അത് വിൽക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ലഹരിക്കാരൻ കച്ചവടക്കാരൻ നീയാണ്. നിന്റെ സമ്പത്ത് ഹലാലല്ല, കാരണം പ്പെട്ടതാണ് നീ വിറ്റുകൊണ്ടിരിക്കുന്നത്. പന്നിമാംസം നമ്മൾ കഴിക്കൂല, പന്നിമാംസം നമ്മൾ വിൽക്കൂല, കള്ള് നമ്മൾ കുടിക്കൂല, കള്ള് നമ്മൾ വിൽക്കൂല, സിഗരറ്റ് നമ്മൾ വലിക്കാൻ പാടില്ല, നമ്മളത് വിൽക്കാനും നമുക്ക് പറ്റൂല. എവിടെയാണത് പറഞ്ഞിരിക്കുന്നത്? ഹദീസിൽ നബി ഒരു വാക്ക് പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഹറാമാണ്. ഇത് ഹാൻസ് ആയാലും പാമ്പരാഗായാലും MDMA ആയാലും അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽ ഇഞ്ചക്ട് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ കൊണ്ട് ലഹരിയുടെ അടിമയായി മാറുകയാണ്. അത് പാക്കറ്റാക്കി വിൽക്കാനും സെയിലാക്കാനും നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, 2024 കേരളത്തിൽ വലിയ ഒരു ചരിത്ര വാർത്ത വന്നിട്ടുണ്ട്. 2024 കേരളം 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എന്തിൽ? ആത്മഹത്യയിൽ. എന്താ കാരണമെന്ന് 10,779 ആത്മഹത്യ നടന്നു കേരളത്തിൽ മാത്രം. വിദ്യാസമ്പന്നരായ, പണമുള്ള, വിദ്യാഭ്യാസമുള്ള, വികസനം ചർച്ചയാകുന്ന കേരളത്തിൽ 10,779 ആത്മഹത്യ നടന്നതിൽ 1-ാം സ്ഥാനം കുടുംബ പ്രശ്നമായിരുന്നു. ഭാര്യയും ഭർത്താവും ഉമ്മയും വാപ്പയും നമുക്കുണ്ടോ? നമ്മളെ ബാധിക്കണ കേസാണ്. എത്ര നിങ്ങൾ ഈ ജനുവരിയിലെ 10 ദിവസത്തെ പേപ്പർ ഒന്ന് വായിച്ചു നോക്ക്. ആത്മഹത്യയിൽ 1-ാം സ്ഥാനത്തിന്റെ കാരണം കുടുംബ പ്രശ്നമാണ്. 2-ാം സ്ഥാനം തൊഴിലില്ലായ്മയാണ്. 3-ാം സ്ഥാനം ലഹരിയും മാനസിക പിരിമുറുക്കങ്ങളുമാണ്. അവസാനം നമുക്ക് എത്താം. അവസാനം അത് ഇതിലേക്കാണ് നാശെത്തുക. 18 വയസ്സിന്റെയും 45 വയസ്സിന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാരാണ് 27% ആത്മഹത്യ. 10 പേരെ എടുത്താൽ 8 പേര് പുരുഷന്മാരാണ്, 2 സ്ത്രീകളെ കണക്കിലുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും. 2025 വന്നിട്ടില്ല. ഇത് ഈ നാടിന് എവിടേക്ക് എത്തിപ്പോകുക ആലോചിച്ചു. അക്രമങ്ങളും തല്ലും സ്വവർഗരതിയും, ആണും പെണ്ണും തമ്മിൽ ഒരു സ്റ്റാറുകളെ പോലെ രാജപ്രൗഢിയോടെ അവരിങ്ങനെ സെലിബ്രിറ്റികളായി ആഘോഷിക്കുമ്പോൾ നമ്മളെ കുട്ടികൾ എന്താ പഠിക്കുന്നത്? സോഷ്യൽ മീഡിയ എന്തിനുള്ളതാണ്? നമുക്ക് ഉപകരിക്കണം, നമുക്ക് ഹൈറിനാവണം, നമ്മുടെ നന്മക്കാവണം. അത് മുഴുവൻ ഒരുപാട് അശ്ലീലതയുടെ ചാബല്യങ്ങൾ നെഞ്ചിലേറ്റി തോന്നിവാസങ്ങളുടെ പേക്കൂത്തായി നമ്മുടെ ഫോണ് മരിച്ചുമേറെ ഒരാൾ തുറന്നു നോക്കിയാൽ ഞെട്ടിത്തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിച്ചോ. വാഹനാപകടം കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുക. സൗദിയിലും അബൂദാബിയിലും നടന്ന വാർത്ത കേട്ടിട്ട് നമ്മളൊക്കെ പറഞ്ഞത് അവിടല്ലേ? ഇല്ല മക്കളെ, 4000-ന്റെ മേലെ അപകടങ്ങളാണ്. കേരളത്തിന്റെ മരണസംഖ്യയിൽ 4000-ലേറെ ആക്സിഡന്റ് മരണങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ വർഷം 25 നടന്നു. ഒരു പോലീസുകാരനോട് പേഴ്സണലായി ചോദിച്ചു, കേരളത്തിലെ ഈ വർദ്ധിച്ചു വരുന്ന അപകടങ്ങളുടെ പ്രധാന കാരണം എന്താ? അദ്ദേഹം ഏറ്റവും ചുരുക്കി 3 കാരണം പറഞ്ഞു. 1, അമിത വേഗത തന്നെയാണ്. എൻ്റെ മുമ്പിൽ ഒരു വണ്ടി ഉണ്ടാകാൻ പാടില്ല, ഞാനായിരിക്കണം മുന്നിൽ. 2, ഉറക്കം തൂങ്ങിയ വാഹനത്തിലുള്ള യാത്രയാണ്. ഉറക്കം വന്നാലും സ്റ്റിയറിംഗും വന്ന് കൈയെടുക്കൂല, ഒന്നങ്ങോട്ട് സൈഡാക്കൂല, അങ്ങനെ പോണോടത്തോളം പോട്ടെ എന്ന് വിചാരിക്കും. മറ്റൊന്റെ നെഞ്ചത്തേക്കാ പിന്നെ കേറുന്നത്. 3, ലഹരിയും അനുബന്ധമായ കാരണങ്ങളാണ്. മദ്യപിച്ചു വാഹനം ഓടിക്കുന്നു. ആളെ ഏത് കോമൺ സെൻസിലാണ് പോവുക? ഇപ്പോഴത്തെ എയർപോർട്ടിൽ ഒരു പൈലറ്റ് മദ്യപിച്ചിട്ട് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയാണ്. മൂപ്പരെ കയ്യിലെ സാധനം കിട്ടിയല്ല. ഫ്ലൈറ്റിന്റെ അവസ്ഥ എന്തൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കും പ്രിയപ്പെട്ടവര്.
അത്രയേറെ പിടുത്തം വിട്ട് കിടക്കാണ്. എന്നിട്ടും ബാറുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ലഹരിക്കാരെ പിടിച്ചു കെട്ടാനുള്ള ശ്രമങ്ങൾ നമ്മളെല്ലാവരും, ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും കെട്ടുറപ്പോടെ നിന്നിട്ട് നമ്മുടെ ഇന്ന് വളർന്നു വരുന്ന 4ാം ക്ലാസ്സുകാരൻ 10ാം ക്ലാസ്സുകാരൻ നാളെ നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ, നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ, നമ്മൾ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്ന മക്കളായി അവർ വരണമെങ്കിൽ ഇത് നിയന്ത്രിച്ചേ പറ്റുകയുള്ളൂ. ഇവിടെ സ്വതന്ത്രവാദം വ്യാപിക്കുകയാണ്. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, ആരും ആരെയും ഉപദേശിക്കണ്ട, ഞങ്ങളെ ആരും പറഞ്ഞു തരണ്ട, ഞാൻ എനിക്ക് പറ്റിയതൊക്കെ ചെയ്യുമെന്ന സ്വതന്ത്രവാദം, ലിബറലിസം തലക്ക് കുത്തിവെച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരസ്യമായ പലതും നമ്മുടെ അങ്ങാടികളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും എതിർക്കാൻ പറ്റുന്നില്ല. എതിർത്താൽ പിന്നീട് കേസ് വരികയാണ്, അയാളുടെ മേൽ സദാചാര ഗുണ്ടായിസം ആരോപിക്കുകയാണ്. ആർക്കും എതിർക്കാൻ പറ്റാത്ത അവസ്ഥ. അധ്യാപകന്മാര് സ്കൂളുകളിൽ പലതും കാണുന്നുണ്ട്, മിണ്ടാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങൾ ബാപ്പയാകണ്ട, മാഷായാ മതി എന്നുള്ള വസിയത്താ കുട്ടികൾ. വല്ലാതെ കളിച്ചാൽ നമുക്കെതിരെ ഒരു ചെറിയ കേസും അങ്ങ് കൊടുക്കുകയാണ്. എത്ര പേരാണ് ജയിലിൽ കിടക്കുന്നത്? ഇത് തെളിയിച്ചേരാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റണില്ല. നാട്ടിൽ ആരെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ മേക്കെട്ട് കയറാണ്. എൻ്റെ മകൻ്റെ കാര്യം ഞാൻ നോക്കാം, എൻ്റെ മകൻ്റെ കാര്യം നോക്കാൻ നീ ആരടാന്ന് ചോദിക്കുന്ന വാപ്പമാരാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെയാണ് തആവനൂ അലൽ ബിർരി വത്തഖ്വാ, പുണ്യങ്ങളോട് സഹകരിക്കുക, നന്മകളോട് സഹകരിക്കുക, പാപങ്ങളോട് സഹകരിക്കാതിരിക്കുക. ദാമ്പത്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യമാർ, പ്രിയപ്പെട്ടവരെ, എത്രയോ മനുഷ്യരുടെ ജീവിതത്തിലെ വല്ലാത്ത വിഷമമായി രേഖപ്പെടുത്തുന്നതാണ്. ദാമ്പത്യമുണ്ട്, പക്ഷേ സൈലന്റ് ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ 2026 വാർത്ത. കല്യാണം കഴിഞ്ഞിട്ടും ഒരുമിച്ച് ജീവിച്ചിട്ടും അവർ ഡിവോഴ്സ് ആയിട്ടാണ് പോണത്. പിരിഞ്ഞിട്ടില്ല, പക്ഷെ മുണ്ടൂല, സംസാരിക്കൂല, ഒരുമിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യൂല. അവരിങ്ങനെ കാണുന്നിടത്തൊക്കെ നല്ല ഫോട്ടോ കൊടുക്കും. ആൾക്കാരുടെ കല്യാണത്തിന് ഒരുമിച്ച് വരും, ഞങ്ങളൊക്കെ നല്ല ഉഷാറാണെന്ന് കാണിക്കാൻ പല കോലത്തിലും വരും. എന്നാൽ ബെഡ്റൂമിനകത്ത് സൈലന്റായി വർഷങ്ങളായി പരസ്പരം തൊടാതെ ജീവിക്കുന്ന പുതിയ ദമ്പതിമാര് നമ്മുടെ മുമ്പിലുണ്ട്. മക്കളായവർ മക്കൾക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് മാന്യമായി മര്യാദയോടെ പെരുമാറണം. അറഫാ പ്രസംഗത്തിൽ, നബിതങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ, ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള വസിയത്തുകൾ പാലിക്കണേ എന്ന് പറഞ്ഞൊരു ഭർത്താവ് സ്വർഗം ലഭിക്കാനുള്ള വല്ലാത്ത കാരണമാണെന്ന് പഠിപ്പിച്ചു. പ്രിയപ്പെട്ട മക്കളോട് നമുക്ക് ഏറ്റവും നല്ല കടപ്പാടുണ്ടാവണം. അവരെ പരിചരിക്കുന്നിടത്ത് നമ്മുടെ മക്കൾ കൊടുവള്ളിയിലെ പരിസരങ്ങളിലെ കേന്ദ്രങ്ങളിൽ, ബസ് വെയിറ്റിംഗ് ഷെഡുകളിൽ, ആളൊഴിഞ്ഞ മൂലകളിൽ രാത്രി 11 മണിക്കും 12 മണിക്കും പുകച്ചുകൊണ്ടിരിക്കുമ്പോൾ വാപ്പമാരെ, നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് 4 കാര്യങ്ങൾ കൊടുക്കണം. 1, സ്വാതന്ത്ര്യമാണ്, ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കണം, ഓവറാകരുത്, ആവശ്യത്തിന്. 2, അംഗീകാരം കൊടുക്കണം. 3, അവർക്ക് പ്രശംസ കൊടുക്കണം. 4, മക്കൾക്ക് സ്നേഹം കൊടുക്കണം. ഇത് കിട്ടാത്തപ്പോഴാണ്, ഇത് കിട്ടുന്ന വിചാരിക്കുന്നിടത്തവർ പോയി പെട്ടുപോകുന്നത്. നമ്മുടെ മക്കളോട് നമ്മൾ ചേർത്ത് പിടിച്ച് തൊട്ടുപിടിച്ച് സംസാരിക്കണം. ദൂരമില്ലാതെ സംസാരിക്കണം, അടുത്ത് അടപഴകി സംസാരിക്കണം. ഒരു പോലീസുകാരനെ പോലെ പെരുമാറരുത്. വരിക, ചോദ്യം ചെയ്യുക, എന്താ അവിടെ, എന്താ അങ്ങോട്ട് പോയി, എന്തെങ്ങോട്ട് പോയി, എന്തിനാ അങ്ങോട്ട് പോയി, വെറും ചോദ്യം ചെയ്യൽ. അതുകൊണ്ടാണ് കുട്ടികൾ പറയും, വാപ്പ കുറച്ച് ടെററാണ്, ചൂടനാണ്, ഉമ്മ ചൊറയാണ്. പിന്നെ ആരാ ചൊറല്ലാത്തത്? അങ്ങാടിയിൽ കുറച്ച് ആൾക്കാരുണ്ട്, എന്തും പറയാ, എന്തും കുടിക്കുക, എവിടെ വേണം കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി കൊടുവള്ളിയിൽ നിന്ന് വയനാട്ടിൽ പോണ മനുഷ്യന്മാരുണ്ട്. അപ്പൊ ഈ ആദ്യം മനുഷ്യന്മാർ എവിടുന്ന വരുന്നത്? ഇതൊക്കെ ഒരു സ്നേഹത്തിന്റെ അവിടുന്ന് അങ്ങോട്ട് കയറി വന്നിട്ട് ഇതിലൊക്കെയാണ് കാര്യം എന്ന് വിചാരിക്കുക. പകല് ഫുള്ള് അവിടെയും ഇവിടെയും കടന്നുറങ്ങുക, രാത്രി നിന്ന് മന്തി വേറെ എന്താ കിട്ടണമെങ്കിൽ അടിച്ച് തിന്ന് കയറ്റി നടക്കുക. ഓരോരുത്തരും നമ്മൾ നമ്മുടെ പുതിയ തലമുറയിൽ ആവശ്യമായ ദീനിയായ തർബിയത്ത് കൊടുക്കേണ്ട ഖുതുബകൾ, ജുമുഅ ഖുതുബകൾ നമ്മുടെ നാട്ടിൽ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അവർക്ക് ആ മാന്യമായ ഭാഷയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ടത് കിട്ടാതെ എന്തൊക്കെയോ അറബിയിൽ കേട്ട് സാധുക്കൾ മടങ്ങിപ്പോകാണ്. 300 കൊല്ലം പോയി ഇരുന്നാലും ഒരു വസിയത്തുകൾക്ക് കിട്ടണില്ല. ഓല് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുക. പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്, ഓലോട് എന്ത് പറയാനാണ്?
അപ്പോൾ പറയും നിങ്ങൾ മുജാഹിദീങ്ങൾ നബിൻ്റെ കാലത്ത് മലയാളത്തിൽ കുത്തുബല്ല, നിങ്ങൾ മലയാളത്തിൽ കുത്തുബുണ്ടാക്കിയ പൊന്നാര ചെങ്ങന്മാരെ നബിൻ്റെ കാലത്ത് ഒട്ടകപ്പുറത്താ കയറി സഞ്ചരിച്ചിരുന്നത്, ഈത്തപ്പഴ തിന്നിരുന്നത്, മണലിൽ കൂടെ നടന്നിരുന്നത്. അതവരുടെ നാടുമായി ബന്ധപ്പെട്ട സിസ്റ്റമാണ്. നമ്മൾ മലയാളികളാണ്, നമ്മൾ മലയാളത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കൽ മലയാളത്തിലാണ്. ഖുതുബ ജനങ്ങൾക്കുള്ള ഉപദേശമാണ്. അത് അങ്ങോട്ട് മിമ്പറിലേക്ക് നോക്കിയിരിക്കുന്നത് മിമ്പറിന്ന് പറയുന്ന കാര്യം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാഴ്ച പോയിരുന്ന് ഖുതുബ കേട്ടോക്ക്, അപ്പൊ മനസ്സിലാകും എന്താണ് ഈ പള്ളിയിൽ പറയുന്നത്. അവിടെ ജനങ്ങൾ വരല്ലേ, ആ വരുന്നവർക്ക് വസിയത്ത് കൊടുക്കണ്ടേ. പല സദസ്സുകളിലും നമ്മൾ ചില വിവാഹത്തിൻ്റെതായ സദസ്സ് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവിടെ ഒന്ന് സംസാരിച്ചിട്ട് പ്രസംഗം ഇവിടെ വേണ്ടില്ല, അത് പറ്റൂല. പിന്നെ എവിടുന്നാണ് ഇത് പറഞ്ഞു കൊടുക്കുക? ആള് കൂടുന്നിടത്ത് ദീനൊരു 5 മിനിറ്റ് പറയാൻ വേദി ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുക. ഹക്കായ മാർഗത്തിലേക്ക്, ദീനിന്റെ പഠനത്തിലേക്ക് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 24 മണിക്കൂർ നമുക്ക് ഈ പീസ് റേഡിയോ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് ദീന് കേൾക്കാൻ, സംശയം ദൂരീകരിക്കാൻ, ഫാമിലി കൗൺസിലിംഗ് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് റേഡിയോയുടെ. ആപ്പ് ഉപയോഗപ്പെടുത്തുക. ജമീൽ ആപ്പ് വീഡിയോകൾ കണ്ട് പഠിക്കാനുള്ള ചാൻസാണ്. നേർപ്പദം വാരിക പുസ്തകം നോക്കി വായിക്കാനുള്ള ചാൻസാണ് നമുക്ക്. അതേപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന QHLS ക്ലാസ്സുകൾ, അള്ളാന്റെ ഖുർആൻ അർത്ഥസഹിതം പഠിക്കാനുള്ള വേദിയാണ്. മജ്ലിസുൻ നൂർ ഞമ്മക്കില്ല, മഹ്ലറത്തുൽ ബദരി ഞമ്മക്കില്ല. ഞമ്മക്ക് അള്ളാന്റെ കലാമ് തുറന്ന് പഠിക്കുക. അതിന്റെ ഓരോ അക്ഷരത്തിന് പ്രതിഫലമാണ്. തെറ്റില്ലാത്ത ഗ്രന്ഥമാണ്, അത് ചൂഷണം ചെയ്യാൻ പറ്റാത്ത ഗ്രന്ഥമാണ്. ആ ഖുർആനിനെ അർത്ഥമറിഞ്ഞ് പഠിക്കുന്ന QHLS ഉപയോഗപ്പെടുത്തുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി CRE എന്ന മഹത്തായ സംരംഭം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മക്കളെ എത്തിക്കുക, മദ്രസ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക, അയൽക്കൂട്ടങ്ങളും വിജ്ഞാന വേദികളും നമ്മുടെ നാടിനെ സജ്ജമാക്കുക. അങ്ങനെ ദീനിന്റെ യഥാർത്ഥ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് സാധ്യമാകുന്ന അറിവുകൾ കൊടുത്ത് പാവപ്പെട്ട മനുഷ്യന്റെ വികാരങ്ങളെ മനസ്സിലാക്കി പട്ടിണി കിടക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ, വീടില്ലാത്തവരെ സഹായിക്കാൻ, രോഗികളെ സഹായിക്കാൻ, ആശുപത്രികളെ വേണ്ട രൂപത്തിൽ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ, നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പ് ചില ആധാറുകൾ അടയാളപ്പെടുത്തി ഈ ലോകത്തുനിന്ന് മരണത്തോടെ അങ്ങ് നമ്മളെ കൊണ്ടുപോയി കബറടക്കുമ്പോൾ അവസാനമായി നാട്ടുകാരും പ്രിയപ്പെട്ടവരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും നമ്മളെ 3 പിടി മണ്ണ് വാരിയിട്ട് കണ്ണുനീരോടെ അവർ തിരിച്ചങ്ങ് നടന്നു പോകുമ്പോൾ അവന്റെ കൂടെ അമല് മാത്രം ബാക്കിയാകും. പ്രസ്ഥാനങ്ങൾ വരില്ല, സെക്രട്ടറിമാര് വരൂല, സാദാത്യങ്ങൾ വരൂല, കുബറാക്കന്മാര് വരൂല, കുടുംബക്കാര് വരൂല. നമ്മളും നമ്മുടെ കർമ്മങ്ങളും മാത്രം തലകീരെ പരിശോധിക്കുന്ന ദിവസത്തിൽ അവിടുന്ന് അങ്ങോട്ട് ഖബറിൽ, അവിടുന്ന് അങ്ങ് ബർസഖിൽ, അവിടുന്ന് അങ്ങ് പരലോകം വരെ വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ. എല്ലാവരും പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തുനിന്ന് രക്ഷപ്പെട്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. ആ വിജയത്തിന് വേണ്ടിയാവട്ടെ നമ്മുടെ ഈ നന്മയും സദസ്സും. ആരെയും വേദനിപ്പിക്കാൻ, ആരോടെങ്കിലും വാശി തീർക്കാൻ, ആരെയും വെല്ലുവിളിക്കാൻ ഒന്നുമല്ല. ഇതിന് പറയാനും പഠിക്കാനും എൻ്റെ സംസാരത്തിൽ ഏതെങ്കിലും വാക്കുകൾ എന്തെങ്കിലും നിലക്ക് പ്രയാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അബദ്ധങ്ങൾ, തെറ്റുകൾ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ഈ ഒരു സദസ്സിൽ ഒരുപാട് സമയം ഇതുവരെയും കഴിയുന്നത് വരെ ശാന്തമായിരുന്ന് കേട്ട ഒരുപാട് ആളുകൾ, അല്ലാഹു അവർക്കതിൻ്റെ പ്രതിഫലം നൽകണമേ. ഈ വഴിയിൽ, അങ്ങാടിയിൽ, ബസ് സ്റ്റോപ്പുകളിൽ, കടകളിൽ ഈ ശബ്ദത്തെ കേട്ട് എന്തെന്ന് പഠിക്കാനുള്ള ഏറ്റവും നല്ല നസീഹത്തോടെ ഇത് കേട്ടവർക്ക് റബ്ബേ ഈ സത്യത്തിൻ്റെ ഹിദായത്ത് നസീഹത്തോടെ അവർക്ക് കേട്ട് പഠിക്കാൻ, വീണ്ടും ആലോചിക്കാൻ നീ അവർക്ക് അവരുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു രോഗികളായ ഒരുപാട് സഹോദരങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്, ദുആ വസിയത്ത് പറഞ്ഞവരുണ്ട്. അല്ലാഹു അവർക്ക് വേഗത്തിൽ ശിഫ പ്രദാനം ചെയ്യണമേ. ആശുപത്രികളിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് ഒരുപാട് ആംബുലൻസുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ച റബ്ബേ ഞങ്ങൾക്ക് എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ, യുവാക്കളെ നല്ല തർബിയത്തുള്ള, നല്ല പക്വമായി ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ റഹ്മാനെ. അല്ലാഹുവേ മരണപ്പെട്ടു പോയ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, പണ്ഡിതന്മാർ, നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അല്ലാഹുവേ ഞങ്ങളുടെ മരണം
ഈമാനുള്ള മരണമാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ജീവിതം അവസാനിച്ച് പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അമ്പിയാക്കന്മാരുടെ, സിദ്ദീഖുമാരുടെ, ശുഹദാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ ദറജയിലെ ഒരു മഹത്തരമായ സ്ഥാനത്ത് ഞങ്ങൾക്കും എത്താനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. توفنا مسلمين والحقنا بالصالحين. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.